നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളം അങ്ങേയറ്റം ബഹുമാനത്തോടെ കാണുന്ന ഒരു നേതാവാണ് ഇ കെ നയനാർ. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, സമരനായകൻ. അങ്ങനെ കേരള ചരിത്രത്തിൽ ഇ കെ നയനാറുടെ സ്ഥാനം അത്ര കണ്ട് ഉയരത്തിലാണ്. ഇ കെ നയനാർ വീണ്ടും വിവാദങ്ങളിൽ ഇടം പിടിക്കുകയാണ്. കാരണം ഒരു AI വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. ഈ ഡീപ്പ് ഫേക്ക് വീഡിയോ തയ്യാറാക്കിയതും CPM തന്നെയാണ്. AI സംവിധാനത്തെ എതിർക്കുന്ന CPM ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുമ്പോൾ അതിരട്ടത്താപ്പാണോ എന്ന വിമർശനം വലിയ തോതിൽ ശക്തി പ്രാപിക്കുകയാണ്. ഏതായാലും പാർട്ടി സമ്മേളനത്തിന് ആശംസകൾ അറിയിക്കുന്ന തരത്തിലുള്ള, അതിൽ ആളുകൾ പങ്കെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് CPM നിലപാടുകളെ എങ്ങനെ ബാധിക്കും എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീ മൊയ്തീൻ കുഞ്ഞ് നമുക്കൊപ്പം ആദ്യം ചേരുന്നു. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഈ AI വീഡിയോയെക്കുറിച്ച് ശ്രീ മൊയ്തീൻ കുഞ്ഞിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? നമ്മുടെ നാടിന് ഇത്തരം AI ടെക്നോളജിയുടെ ആവശ്യകത ഉണ്ട് എന്നാണോ ശ്രീ മൊയ്തീൻ കുഞ്ഞ് കരുതുന്നത്? അതോ അത് നമ്മുടെ മുതലാളിത്ത സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നാണോ കരുതുന്നത്? നമസ്കാരം മനു. നമസ്കാരം. എനിക്ക് ഇതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് 9 ദിവസം കൊണ്ട് സെക്രട്ടേറിയറ്റ് പണിക്ക് സത്യാഗ്രഹം ഇരിക്കുന്നത് നമ്മുടെ സഹോദരിമാരുടെ എന്തുകൊണ്ട് ഈ 9 ദിവസമായിട്ട് ഇത് ഇടാഞ്ഞത്? മനുവിന്റെ വാർഡിലെയും ആശാവർക്കർ റെഡി തോന്നുന്നു. അതെ, അത് നമുക്ക് ഒരു ദിവസം വിശദമായി ചർച്ചയ്ക്ക് എടുക്കണം. അത് നമുക്ക് 20-ാം തീയതി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അന്ന് അവരൊരു വലിയ പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു വലിയ പ്രതിഷേധത്തിനൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, അതിൽ സംശയമില്ല. കാരണം വലിയ കഷ്ടതയാണ് അവരുടെ കാര്യം. ഒരു ദിവസം അവർക്ക് കിട്ടുന്നത് 233 രൂപയാണ്. നമ്മൾ ആലോചിക്കണ്ടേ, 365 ദിവസവും ജോലി ചെയ്യുന്നതാ, ഒരു ദിവസം റെസ്റ്റ് ഇല്ലാതെ. എന്റെ വാർഡിലും ഉണ്ട്, ഞാനും അതിനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ തൊഴിലുറപ്പിന് കിട്ടുന്നതിനേക്കാൾ കുറവ് വേതനമാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതല്ലേ സത്യം? അതെ അതെ അതെ, 233 രൂപ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഏതായാലും പക്ഷെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം, ഇത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എനിക്ക് അതിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദാംശങ്ങൾ എടുക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിലും പൊതുവേ ഈ സർക്കാർ അവകാശപ്പെടുന്ന ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്നത് നമ്മളാണ് എന്നുള്ളത്. ആര് കൊടുത്താലും ഈ തുക പോരാ എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അവർക്ക് ഒരു 25,000 രൂപയെങ്കിലും കിട്ടണം. കാരണം അത്ര കഷ്ടപ്പാടാണ് ഇവിടെ. അതെ, അത് വ്യക്തമാണ്, അത് ശരിയാണ് അങ്ങ് പറഞ്ഞു. ഒരു വാർഡിലെ മൊത്തം വീടുകൾ കയറി ഇറങ്ങുന്നത്. അതെ അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഞാനതിനെ ചെറുതായി കാണുന്നില്ല. അത് നമുക്ക് പൊതുവേദി ഒരു വിഷയം എടുത്ത് ശക്തമായി ചർച്ച ചെയ്യാം. മൊയ്തീൻ കുഞ്ഞ് അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷം. ശരത് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശരത്, ഈ ഡീപ്പ് ഫേക്ക് വീഡിയോകൾ, AI വീഡിയോകൾ CPM-നെ വെട്ടിലാക്കുന്നുണ്ടോ? നമസ്കാരം. നമസ്കാരം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ഈ ടെക്നോളജി എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ടത്തെ കാലത്ത് നമ്മൾ ഒരു ഫോൺ കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെയെല്ലാം പോകണമെന്ന്, ഇന്നിപ്പോ നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മൊബൈൽ ഫോൺ നമ്മളെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എന്നെങ്കിലും ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു മൊബൈൽ ഫോൺ നമുക്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ മൊബൈൽ ഫോൺ ഇന്ന് സഞ്ചരിക്കുന്ന ഒരു ടെലിവിഷൻ കൂടിയാണ്. അതിൽ നമ്മൾ യൂട്യൂബ് കാണുന്നു, ടോർച്ചിന്റെ പകരമാകുന്നു, ഫോട്ടോ എടുക്കുന്നു, ക്യാമറയാകുന്നു, അങ്ങനെ ഒട്ടനവധി സാങ്കേതിക വിദ്യ ഒരു മൊബൈൽ ഫോണിൽ തന്നെ വരുന്നു. നമ്മളൊന്നും അന്ന് പ്രതീക്ഷിച്ചു പോലും ഇല്ല, അല്ലേ? ടെക്നോളജി വളരെ വളരെ നല്ല രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പല മേഖലകളിലും. ടെക്നോളജി ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ടെക്നോളജി നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഇവര് പറയുന്ന ഈ രീതിയിലുള്ള ഒരു കുറ്റപ്പെടുത്തൽ നമുക്ക് നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മള് പണ്ട് ദൂരദർശനുള്ള പ്രോഗ്രാം കണ്ടത്, ഇപ്പൊ ചാനലിൽ ഇഷ്ടം പോലെ പരിപാടി നമ്മൾ കാണുന്നത് എല്ലാം ടെക്നോളജിയുടെ വികസനം കൊണ്ടല്ലേ നമ്മളിങ്ങനെ കാണുന്നത്. ഇവിടെ CPM-ഉം ഇ കെ നയനാരുടെ വീഡിയോ ഇത്തരത്തിൽ AI ടെക്നോളജി ഉപയോഗിച്ച് പുനർനിർമ്മിച്ചിരിക്കുകയാണ്. അപ്പൊ അവരും ആ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഏതെങ്കിലും തരത്തിലൊരു ഇരട്ടത്താപ്പ് എന്നൊരു വിമർശനത്തിന് എന്തെങ്കിലും വഴി, ഒരു കാര്യമുണ്ടോ? ഒരിക്കലും അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ടെക്നോളജി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് അംഗീകരിച്ചേ പറ്റുള്ളൂ നമുക്ക്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് കായംകുളത്ത്, കോഴിക്കോട് നിന്നാണ് ശ്രീ കുഞ്ഞഹമ്മദ്. കേൾക്കാമോ?
ഞാൻ കുഞ്ഞഹമ്മദിലേക്ക് മടങ്ങി വരാം. ഏതായാലും ഇതിൽ വലിയൊരു വിഷയം വന്നത് നേരത്തെ എം വി ഗോവിന്ദൻ AI സംവിധാനത്തെക്കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയായി വരുന്നത്. AI സോഷ്യലിസ്റ്റിലേക്ക് നയിക്കുമെന്നൊക്കെ അദ്ദേഹം ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് അത് അദ്ദേഹം മാറ്റിപ്പറഞ്ഞു. ഇത് പ്രശ്നങ്ങൾ കൂടുതൽ വിവാദമായതോടെ AI വരുന്നതോടെ സമൂഹത്തിലെ സമ്പത്തിൻ്റെ വിതരണത്തിൽ വൈരുദ്ധ്യം വർദ്ധിക്കും എന്നും ഇത് തൊഴിലില്ലായ്മയുടെ തോത് 60% ഉയർത്തുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇത് സ്ഫോടനാത്മകമായിരിക്കും, ക്രമേണ അധ്വാനിക്കുന്ന വർഗം അതിശക്തമായി ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടിമറിക്കും എന്നൊക്കെ അദ്ദേഹം പിന്നീട് അതിനെ വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ വിമർശിച്ച AI സംവിധാനം ഇപ്പോൾ പാർട്ടി തന്നെ അവരുടെ ഒരു സമ്മേളനത്തിന് ഉപയോഗിക്കുന്നു. CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഈ വീഡിയോ പുറത്തുവിട്ടത്. സംസ്ഥാന സമ്മേളനത്തിന് സഖാക്കളെ ക്ഷണിച്ചുകൊണ്ടാണ് നായനാർ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 100 കൊല്ലം കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വരില്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു, എന്നിട്ട് താൻ മുഖ്യമന്ത്രിയായില്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്ന തരത്തിൽ ആളുകളോട് സംവദിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ AIയുടെ ഈ സംവിധാനം ഏത് തരത്തിൽ CPM പ്രയോജനപ്പെടുത്തുമ്പോൾ അത് അവരുടെ നിലപാടുകൾക്കെതിരാകുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ് കേൾക്കാമോ? ശ്രീ കുഞ്ഞഹമ്മദിന് നമസ്കാരം. ഈ വീഡിയോ കണ്ടപ്പോൾ എന്ത് തോന്നി ശ്രീ കുഞ്ഞഹമ്മദ്? EK നയനാർ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ 3 ദിവസമായിട്ട് ശശി തരൂരിന്റെ വിഷയം ഒന്നും ചർച്ചക്കെടുക്കുന്ന ഞാൻ വിചാരിച്ചു. അത് നമ്മൾ ചർച്ചക്കെടുത്തല്ലോ. ഇന്നലെ ചർച്ച ചെയ്തു, ഇന്ന് വൈകുന്നേരം ചർച്ച ചെയ്തു. ഇന്നലെ ചർച്ച ചെയ്തു, ഇന്ന് വൈകുന്നേരം ചർച്ച ചെയ്യുന്നു. എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നുണ്ടെന്നേ. ഇത് കുഞ്ഞഹമ്മദ് TV കാണുന്നില്ലേ? എനിക്ക് തോന്നുന്നത് കുഞ്ഞഹമ്മദിന് ഞാനുമായി സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ് അതെല്ലാം ചർച്ച ചെയ്തിട്ട് നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ശശി തരൂരിൻ്റെ വിഷയം ന്യൂസ് 18 ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നും ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ശശി തരൂർ ഉയർത്തിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിയ വാദങ്ങൾ അത് CPMനെ എങ്ങനെ ഗുണം ചെയ്തു എന്ന് ഒക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്തു. നമ്മുടെ ശശിധരൻ വയലാറിൽ നിന്ന് വിളിക്കുന്നു. ശശിധരൻ കുറേ ദിവസമായില്ലേ നമ്മൾ സംസാരിച്ചിട്ട്? അതോ കഴിഞ്ഞ ദിവസം സംസാരിച്ചോ? എന്റെ മനുഷ്യ, നിങ്ങൾ മുങ്ങിയിട്ട് ഇന്നലെയല്ലേ പൊങ്ങിയേ? ഞാനില്ലാത്ത കൊണ്ടാണല്ലേ? ഞാന് നിങ്ങളെ കാത്തിരുന്ന് മടുത്ത് നിങ്ങളുള്ളതാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പൊ ഞാൻ നിങ്ങളെ മടുത്ത് 4 ദിവസം ഞാൻ കിരണെ വിളിച്ചതാണ്. അത് ശരി. അപ്പൊ പക്ഷെ ഞാൻ പണ്ട് പറഞ്ഞ പോലെ കിരൺ വേദി ആയോ എന്ന് ചോദിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. അന്നേരം നിങ്ങൾ വന്നത്. അല്ല, അപ്പൊ എന്നെ അന്വേഷിച്ചോ ഏതെങ്കിലും ഒരു ദിവസം? തീർച്ചയായും ഞാൻ ചോദിച്ചല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചല്ലോ, 2 ദിവസം ചോദിച്ചു. പറഞ്ഞു വരും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുണ്ടെങ്കിലേ നമുക്കൊരു ആവേശമുള്ളൂ അല്ലേ? എന്താണെന്ന് അറിയില്ല, നാളിന്റെ വല്ല ഗുണം കൊണ്ടായിരിക്കും ചിലപ്പോൾ. ശ്രീ ശശിധരന്റെ നക്ഷത്രം എന്താ? എന്റെ രേവതിയാണ്. അപ്പൊ അതിലൊക്കെ രസമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ഞാൻ 4 തൊട്ട് നിങ്ങളാന്ന് അറിഞ്ഞോടെ ഞാൻ കണ്ണോപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാണ്. TV നോക്കാതാണ് ഇപ്പൊ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കണേ. കരുണാനിധിയെ പോലെ. കാരണം കിരൺ എനിക്ക് പേര് വിട്ട് വയലാറിലെ കരുണാനിധി. കണ്ണോപ്പറേഷൻ കഴിഞ്ഞോണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ 4 തൊട്ട് 4:55 വരെ കുത്തി. എന്റെ ബെല്ലൊക്കെ പോയി. അയ്യോ, പക്ഷെ നമുക്ക് ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. 3 പ്രാവശ്യം റിങ് ചെയ്തു, എന്നിട്ട് എടുത്തില്ല അല്ലേ? വലിയ ഒരു സങ്കടമായിപ്പോയി. അതെന്താണോ? ഞാൻ കാരണം ഒരാൾക്ക് നന്ദി പറയാൻ കൂടി വേണ്ടിട്ടാ വിളിച്ചത്. അതാർക്കാണ്? അത് നമ്മുടെ രാജൻ കൊല്ലത്തിന്. എന്താ അറിയാം, അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നലെയാണ് കോൺഗ്രസിനെ ചീത്ത പറയാതെ ഒരു ഇത് നടത്തിയത്. കാരണം അതിന് മുമ്പ് അതിന്റെ തലേ ദിവസം പുള്ളി അത് പറഞ്ഞിട്ട് വലിയ വിവാദമായി. സോണിയാഗാന്ധിയൊക്കെ പുള്ളി കളിയാക്കിയെന്നും പറഞ്ഞ് പ്രിയങ്ക ഗാന്ധിയൊക്കെ അവഹേളിച്ചെന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇന്നലെ പുള്ളി അതൊന്നും പറഞ്ഞ മര്യാദയ്ക്ക് സംസാരിച്ചു. എനിക്ക് കേട്ടപ്പോൾ വളരെ തൃപ്തിയായി പോയി. അപ്പൊ അതുപോലെ നമ്മുടെ വിഷയത്തേക്ക് വരാം. പിന്നെ ഈ ഇതൊന്നും വേണ്ട. സമ്മേളനത്തിന് ആള് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ മാസത്തെ കൂട്ടി 4 മാസത്തെ പെൻഷൻ ഉണ്ട്, അതൊന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ മതി. സമ്മേളനം ഇഷ്ടം പോലെ ആള് വരും. പെൻഷൻ കിട്ടാതെ വിഷമിച്ചിരിക്കുന്നു. ഏതായാലും കണ്ണിന്റെ ചികിത്സയൊക്കെ പൂർണ്ണമായും കഴിഞ്ഞല്ലോ അല്ലേ? എങ്ങനെ? കണ്ണിന്റെ ചികിത്സയൊക്കെ പൂർണ്ണമായി അവസാനം കഴിഞ്ഞു? ഇല്ല മനു, 2 ആഴ്ച കൂടെ ഈ കറുത്ത ക്ലാസ് വെക്കുന്നത്. കറുത്ത ക്ലാസ് വെച്ച് ഞാൻ അങ്ങ് വട്ടുപിടിച്ചിരിക്കുന്നത്. എപ്പോഴും നോക്കുമ്പോൾ നമ്മൾ ഈ 0 ബൾബിന്റെ വെളിച്ചത്തിൽ ജീവിക്കണം. ശരി. ഏതായാലും പെട്ടെന്ന് അത് മാറി നല്ല ആരോഗ്യവാനായി, അല്ലെങ്കിൽ എനിക്ക് സുഖം, ഞാൻ സന്തോഷമായിരിക്കുന്നു.
അങ്ങ് കൂടി വളരെ മിടുക്കനായിട്ടിരിക്കുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് നോക്കി ടിവിയിലോട്ട്. അതെയോ? യെസ്, ഏതായാലും ഊർജ്ജസ്വലനായിട്ടിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ആരും ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. വയലാറിൽ നിന്നാണ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ശ്രീ അദ്ദേഹം വിളിച്ചത്. അദ്ദേഹം എപ്പോഴും നമ്മുടെ പൊതുവേദിയുടെ ഒരു പ്രേക്ഷകനും കൂടിയാണ്, ശശിധരൻ. ഷാജി ഭാസ്കരൻ നമുക്കൊപ്പം ചേർന്നിട്ടുള്ള നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറയുന്നത് ഈ മാധ്യമ പ്രവർത്തകർക്ക് പോലും ജോലി ഭീഷണിയുണ്ട് എന്നാണ് തോന്നുന്നത്. ഇതൊരു വിഷയമാണോ എന്ന് ഷാജി ഭാസ്കർ ചോദിക്കുന്നത്. ഇതൊരു വിഷയമാണ് ഷാജി ഭാസ്കർ, അതൊരു വിഷയം, ഒരു സുപ്രധാന വിഷയമാണ്. അതുകൊണ്ടാണ് ഈ CPM-ന്റെ പാർട്ടി കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ ഓഫ് 24th പാർട്ടി കോൺഗ്രസ് ഈ വിഷയം വളരെ ഗൗരവമായി പരിഗണിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഹാവ് റീസെൻ്റ്ലി ഡെമോൺസ്ട്രേറ്റഡ് സിഗ്നിഫിക്കൻറ്റ് capabilities in tasks like generating text, images and even videos എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു ഖണ്ഡികയുണ്ട്. അപ്പോൾ അവരിത് വളരെ ഗൗരവമായി ഇത് വീക്ഷിക്കുന്നു, ലോകം ഇത് ഗൗരവമായി വീക്ഷിക്കുന്നു. അപ്പോൾ പൊതുവേദിയും ഇത് ഗൗരവമായി വീക്ഷിക്കണ്ടേ? കാരണം ഇനി നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു സുപ്രധാനമായ ഒരു സംവിധാനമാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ജോലി പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് വികസനത്തെ ഒരുപക്ഷെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. കമ്പ്യൂട്ടർ വന്നാൽ മാധ്യമപ്രവർത്തകരുടെ ജോലി പോകും, ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുന്നവരുടെ ജോലി പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യമൊക്കെ മാറി. കമ്പ്യൂട്ടർ വന്നതോടുകൂടി കൂടുതൽ മാധ്യമപ്രവർത്തകർ ജോലി കിട്ടി, മാധ്യമങ്ങൾക്ക് കൂടുതൽ ജനങ്ങളുമായി സംവദിക്കാൻ കഴിയുന്നു. ഇന്നിപ്പോൾ TV തന്നെ ആവശ്യമില്ല, ഒരാൾക്ക് ഫോണിലൂടെ പൊതുവേദി കാണാം. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ ഈ പ്രധാന സംവിധാനത്തെ, ഈ പ്രധാന കാര്യത്തെ നമുക്ക് അവഗണിക്കാൻ കഴിയും. ഇതൊരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ EK നായനാർ കേരളത്തിന് പ്രിയപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു രസം തോന്നുന്നു. അത് EK നായനാർ ഒരു തവണ കൂടി കണ്ട ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു അപ്രധാന വിഷയമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അതിൽ ഷാജി ഭാസ്കർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ നമുക്കൊപ്പം ഈ പൊതുവേദിയിൽ ഉണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. സുധാകരൻ ദിവാകരൻ, ശ്രീ ദിവാകരൻ തലശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. നമസ്കാരം സാറേ. നമസ്കാരം. ശ്രീ ദിവാകരൻ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണെന്ന് എനിക്കറിയാം. പക്ഷേ ശ്രീ ദിവാകരനും പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കുറച്ച് ഉത്സാഹമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? വിളിക്കലുണ്ട് സാറേ, ടൈം പോലെ വിളിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അത് മതി. പിന്നെ ഞാൻ എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് സാറേ, ഈ ഭരണപക്ഷം എന്ത് നല്ല ചെയ്യുമ്പോ അതിൽ തെറ്റുണ്ടാവും. എല്ലാം മഞ്ഞക്കണ്ണട വെച്ചിട്ട് എല്ലാം മഞ്ഞത്തൊന്നും എല്ലാം എതിർക്കുക. പണ്ട് കുഞ്ചൻ നമ്പ്യാർ ഒരു സദസ്സിൽ ഇരുന്നാൻ പറ്റില്ല, പഞ്ചസാരക്ക് ആരോ കയ്പുണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ എനിക്ക് പഞ്ചസാരയുടെ കയ്പ് വളരെ ഇഷ്ടമാണ്. അതുപോലത്തെ സ്ഥിതിയായി ഇപ്പോൾ ഉള്ളത്. പിന്നെ എന്ത് ഭരണപക്ഷത്തു നിന്ന് എന്ത് നല്ല ചെയ്യുമ്പോ എതിർ, പിന്നെ അവരെ ഭരണം വരുമ്പോ എല്ലാം ആദ്യം പറഞ്ഞെല്ലാം വായിച്ചിട്ട് പിന്നെ അവരും ആ രീതിയിൽ തന്നെ പോകും. അത് പിന്നെ ഇപ്പൊ ഒരു പിന്നെ മുമ്പില് സാറിനെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ പറഞ്ഞില്ലേനോ, പിന്നെ 4 മാസം പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നടക്കും. അതായത് 2 ലക്ഷം മുതൽ 5 ലക്ഷം പെൻഷൻ വാങ്ങുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇത് പരിമിതമായ കഷ്ടപ്പെടുന്ന കൂട്ടർക്ക് ഒരു 4 മാസത്തെ പെൻഷനെല്ലാം കൊടുക്കണ്ടേ? അതുമല്ല, ഒരു ദിവസം ഒരാൾക്ക് 200 രൂപ ചെലവ് വരും. മിനിമം ഒരു 5000 രൂപ കിട്ടണ്ടേ? ഇത് പിന്നെ എങ്ങനെ ഇതൊരു 50 രൂപ വരും, 1600 വരുമ്പോ. പിന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നത് പെൻഷൻ കൊടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിൽ നിന്നൊന്നും പൈസയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഒട്ടനവധി പ്രയാസങ്ങൾ നേരിടുന്നു എന്ന് അവർ പറയുന്നത്. അതുകൊണ്ടാണ് പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത്. അതിനെന്തെങ്കിലും ഒരു പോംവഴി ഭക്തന്റെ സാധുക്കളിലെ കഷ്ടപ്പെടുന്ന രോഗിയെ ഒരു മരിച്ചിട്ട് 40 കഴിച്ചിട്ടും കൊടുത്തിട്ട് എന്തായാലും ജീവിക്കുക. ഏറ്റവും ഡിസേബിൾഡ് പൂർ ടയർഡായ കൂട്ടർക്കല്ലേ ആദ്യം കൊടുക്കണ്ട്. അതിന് 1600 ഞാൻ പറയും, ഒരു മാസം 1600, ഒരു ദിവസം 50 റുപ്യായി. ചെലവിന് ഒരു 200 റുപ്യ തിരിഞ്ഞും പോകണം. പിന്നെ മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൊലയും കൊള്ളയും എല്ലാം എല്ലാ കാര്യങ്ങളിലും പിന്നെ വേദിയിലേക്ക് കൊണ്ടുവരുന്ന പൊതുജനങ്ങൾക്ക് നല്ല, അതായത് ഏറ്റവും ജേർണലിസ്റ്റുമാരുടെ ഏറ്റവും നല്ല ഏത് പിടിക്കാത്ത കാര്യങ്ങളും, ഏത് തട്ടിപ്പും വെട്ടിപ്പും കൊലപാതകവും എല്ലാം കൊണ്ട് അവരിൽ എവർലാസ്റ്റ് ലോകമുള്ള കാലത്തോളം അവര് വേണം, അവർ ഈ ഭൂമിയിൽ വേണം. അവരാ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നത്. യെസ്, ഓക്കെ. ആ അഭിനന്ദനങ്ങൾക്കും ആ ഒരു ആശംസകൾക്കും ഒക്കെ ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ. പറഞ്ഞോളൂ. ശ്രീ ഉണ്ണികൃഷ്ണന് എന്ത് തോന്നുന്നു? EK നായനാറെ വീണ്ടും കണ്ടപ്പോൾ സന്തോഷം തോന്നിയോ? സന്തോഷം തോന്നുന്നത് നല്ല ചിരിയും വരണ്. കാരണം
ഇതിലിപ്പോ കണ്ടിട്ട് തോന്നുന്ന വേറെ ഒന്നുമല്ല. ഇപ്പൊ നിലവിലുള്ള നേതാക്കന്മാരെ ആൾക്കാരൊക്കെ മടുത്തു തുടങ്ങി. അതാണ് സത്യം. മടുത്തു. ആൾക്കാര് മടുത്തതല്ല, വെറുത്തു തുടങ്ങി. അപ്പൊ പിന്നെ ഇനി ഇത് പിന്നെ സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും നല്ല ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നയനാരെ പോലുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് ഈ സംവിധാനത്തിൽ കൂടെ അതിപ്പോ ഒരു AI സംവിധാനം വന്നപ്പോ അതിന്റെ ഒരു സാങ്കേതിക മികവ് അവർ കൂടി പ്രയോഗിച്ചു എന്നല്ലേ ഉള്ളൂ. അതൊരു പാർട്ടി സമ്മേളനത്തിന് ഉപയോഗപ്പെടുത്തുന്നമാരെ ഇപ്പൊ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ടല്ലോ, അവരെ ഈ സംവിധാനത്തിൽ കൂടെ കാണിച്ചൂടെ? അതെ. അതെന്താ? അല്ല, ഇപ്പൊ സൂര്യനും ചന്ദ്രനും ഒക്കെ നിലവിലുണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ സംവിധാനത്തിൽ കൂടി അവരെ കാണിച്ചാ പോരെ? അപ്പൊ എന്തുകൊണ്ടാണ് ഇവരെ വെറുത്തുപോയി ജനം? ഇനി പഴയ പണ്ടത്തെ ഇതുപോലെ ആൾക്കാർക്ക് സമ്മതനായിട്ടുള്ള നേതാക്കന്മാരെ കൊണ്ടുവന്ന് ഇനി അവരിൽ കൂടി മാത്രമേ ഒരു മാറ്റം ഇനി പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇനി എല്ലാ സംവിധാനം ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ ആ ഒരു സംവിധാനത്തിൽ വരണമെങ്കിൽ ഇത് മുഴുവൻ ഇനി ഈ സംവിധാനത്തിൽ കൂടെ ബാക്കിലോട്ട് പോണം. അല്ലാതെ പിടിച്ചിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ ദയവ് ചെയ്ത് നമ്മളെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്ന എന്റെ മോനും നിങ്ങളെ ചാക്ക IT പഠിക്കുന്നത്, അവിടെ നിന്ന് പഠിക്കാൻ കുട്ടികൾക്കൊന്നും പഠിക്കാതായി ഇവിടെ നമ്മളെ കാര്യവട്ടം വരെ എത്തി. കുട്ടികൾക്ക് പഠിക്കാനൊന്നും നിവൃത്തിയില്ലാത്തൊരു വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലാണ് ഈ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒന്നും ഒരു സ്വസ്ഥതയില്ല. അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ പിന്നെ നമ്മളെ പൊതുവേദിയിൽ കൂടെ ആൾക്കാർക്ക് പറയാനുള്ളതും പിന്നെ നമ്മളെ ആശാവർക്കർമാരെയും ഈ യുവന്മാര് കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങളൊക്കെ എടുത്ത് ഇടണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു പിന്നെ വിനീതമായ പിന്നെ അഭിപ്രായം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷാജി ഇതിന് മറുപടി വീണ്ടും പറയുന്നുണ്ട്. അതായത് ചോദ്യം അതല്ല, CPM എന്തോ ചെയ്തു എന്ന തരത്തിൽ AI ഉപയോഗിക്കുന്നു എന്നതുപോലെ ചർച്ചയ്ക്ക് എടുക്കുന്നത് ആണ് ചോദ്യം. അതല്ല, അത് നിങ്ങൾ തമാശയല്ല, ഇത് AI എന്ത് സൃഷ്ടിക്കുമെന്ന് CPM പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു വിരുദ്ധ നിലപാടുള്ള CPM AI സംവിധാനം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചർച്ചാ വിഷയമാകില്ലേ? സ്വാഭാവികമായും AIയുടെ വരവ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് CPM ആണ്. അപ്പോൾ ആ CPM തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം വരുത്തുന്നു എടുക്കുന്നു എന്ന് കാണുമ്പോൾ അത് സ്വാഭാവികമായും ചർച്ചയാവില്ലേ? അതത്രയേ ഉള്ളൂ ഷാജി, അതിൽ വേറെ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. ജോസഫ് KP പറയുന്നു വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നവരുടെ ഫോൺ കട്ട് ചെയ്യണം എന്ന്. ഓക്കെ, ഗോളാന്തരം നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. കൃഷ്ണദാസ് പറയുന്നു നിലവിലെ നേതാക്കളിൽ അണികൾക്ക് വിശ്വാസം പോരാ, അതുകൊണ്ടായിരിക്കാം പഴയ ജനകീയ നേതാവിനെ ആശ്രയിക്കുന്നത് എന്ന് പറയുന്നു. നിലവിൽ നേതാക്കൾ ഉണ്ടെങ്കിലും EK നായനാർ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ കരുത്തനായ നേതാവാണ്. അദ്ദേഹത്തെ പലരും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു AI സംവിധാനം പ്രയോജനപ്പെടുത്തൽ തെറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജയകുമാർ എനിക്ക് നമസ്കാരം പറയുന്നു. യെസ്, ജയകുമാർ പൊതുവേദിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് പേർക്ക് നമസ്കാരം പറയുകയും ഹായ് പറയുകയും ഒക്കെ ചെയ്തു. സാർ കണ്ടില്ല, ഷാജി ഭാസ്കർ ഇടുന്നതിന് മുമ്പ് ഗോളാന്തരം ഞാൻ ഇട്ടിരുന്നു. അയ്യോ സോറി ശ്രീ ജയകുമാർ. ഏതായാലും ജയകുമാർ ഈ പൊതുവേദിക്കൊപ്പം എപ്പോഴും ഉണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് പലപ്പോഴും ജയകുമാറിൻ്റെ ഇത് തിരഞ്ഞു നോക്കും. പക്ഷെ എന്തുകൊണ്ടോ അത് കാണാൻ കഴിഞ്ഞില്ല എനിക്ക് എന്നുള്ളതാണ്. ചില സംഗതികൾ എനിക്ക് വരുന്നില്ലയോ എന്തോ നമുക്കൊരു AI സംവിധാനം കൊണ്ടുവന്ന് ഇത് പരിശോധിക്കണമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഏതായാലും ജയകുമാർ ഞങ്ങളുടെ അവിടെ അദ്ദേഹം പൊതുവേദിക്കൊപ്പമുണ്ട്, അദ്ദേഹം ഞങ്ങളുടെ ഹൃദയത്തിലും ഉണ്ട്. എലോൺ എന്നൊരു പ്രേക്ഷകൻ എനിക്ക് ഹായ് പറയുന്നു. ഞാനും എലോണിന് ഹായ് പറയുന്നു. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശിവൻകുട്ടി. ശ്രീ ശിവൻകുട്ടി പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഹലോ, ശ്രീ ശിവൻകുട്ടി പത്തനംതിട്ടയിൽ നിന്നാണോ വിളിക്കുന്നത്? നമ്മുടെ പത്തനംതിട്ടയിൽ ഒരു സെയ്ദ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ നമ്മുടെ പൊതുവേദിയിലുണ്ടായിരുന്നു. അതായത് സ്ഥിരമായി വിളിക്കുമായിരുന്നു. ഒരു ദിവസം എന്നോട് തർക്കിച്ച് അദ്ദേഹം പിന്നെ വിളിക്കാതായി. അപ്പോൾ ശിവൻകുട്ടിക്ക് അദ്ദേഹത്തെ എവിടെയെങ്കിലും കാണുകയോ അറിയുകയോ ചെയ്യുകയാണെങ്കിൽ പൊതുവേദിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതൊരു വശം. ഞാൻ പത്തനംതിട്ട മൈലപ്പറയിലാണ്. ഓക്കെ. ഈ AI EK നായനാരുടെ ദൃശ്യം കണ്ടപ്പോൾ ഇത് എന്താണ് താങ്കൾക്ക് തോന്നിയത്? ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് തോന്നി? ഇത് അനാവശ്യമായി നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഭയക്കുകയാണ് എന്ന് തോന്നിയോ? അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. ഒരേ പാർട്ടി വളരെ തന്നെ അത് കാലത്തിനനുസരിച്ച് വളരുണ്ടായി. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സതി ബാബുരാജൻ നമുക്കൊപ്പം പൊതുവേദിയിൽ ചേർന്നിരിക്കുന്നു. വേർ ആർ യു മനു ടു എ ലോങ് ഡേയ്സ്? വെൽക്കം മനു. EK നായനാർ ഈസ് ഇൻഡിഫറൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നു. ഏതായാലും ഞാൻ ഉണ്ടായിരുന്നില്ല എന്നത് കൊണ്ടായിരിക്കാം കുറേ ദിവസം എന്നെ കാണാത്തതിൻ്റെ പരിഭവമൊക്കെ സതി ബാബുരാജ് പങ്കുവയ്ക്കുന്നു. സന്തോഷം. ഈ
സൗഹാർദ്ദത്തിനും സ്നേഹത്തിനും ഒക്കെ അങ്ങേയറ്റത്തെ നന്ദിയും രേഖപ്പെടുത്തും. ഞാൻ കുറച്ച് ദിവസം അവധിയിലായിരുന്നു, പക്ഷേ ഞാൻ മടങ്ങി വന്നിട്ട് 2-3 ദിവസമായി. ഏതായാലും കഴിഞ്ഞ 2 ദിവസം സതി ബാബുരാജ് ഇതിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ അതുകൊണ്ടായിരിക്കാം എന്നെ ഇന്നായിരിക്കും ആദ്യമായി കാണുന്നത്. ഏതായാലും നമ്മുടെ സൗഹൃദം പുതുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം വിഷ്ണു കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്, അല്ലേ വിഷ്ണു? ഹലോ ഹലോ അതെ അതെ ആ, ശ്രീ വിഷ്ണുവിന് എന്ത് തോന്നുന്നു? കൊല്ലത്ത് പാർട്ടി സമ്മേളനം നടക്കാനിരിക്കുകയാണ്. ഒക്കെ ഉപയോഗിച്ച ആളുകളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്, സഖാക്കളെയൊക്കെ. അപ്പോൾ ശ്രീ വിഷ്ണുവിന് എന്ത് തോന്നുന്നു? ഈ AICPIM ആവശ്യമാണ് എന്ന ബോധ്യപ്പെടലാണോ ഈ വീഡിയോ പുറത്ത് വന്നപ്പോൾ വിഷ്ണുവിന് തോന്നിയത്? AI നല്ല കാര്യമാണ്. ഞാനൊരു യങ്സ്റ്റർ ആണ്, എനിക്കൊരു 10-25 വയസ്സേ ഉള്ളൂ. എന്നാൽ പോലും ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, AI സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. വിഷ്ണു എതിർത്ത ഒരു പാർട്ടിയാണ് CPM. അറിയാം, കമ്പ്യൂട്ടർ CPM മാത്രമല്ലെന്നേ പലരും എതിർത്തിട്ടുണ്ട്. CPM പേര് മാത്രം നമ്മൾ പറയുന്നതുള്ളൂ. അവര് ഇതിലോട്ട് വന്നതിൽ നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ പണ്ട് ഈ പല തൊഴിലാളി സംഘടനകളും ഈ കമ്പ്യൂട്ടറും ട്രാക്ടറും ഒക്കെ വരുമ്പോൾ അതിനെയൊക്കെ എതിർത്തുണ്ട്. അതിന്റെ മുൻപന്തിയിൽ ഒരു പക്ഷേ ശക്തമായി നിന്നത് CPM ആണ്. പക്ഷേ മറ്റു പാർട്ടികളും മറ്റ് തൊഴിലാളി സംഘടനകൾ അതിനെ എതിർത്തിട്ടുണ്ട്. അപ്പൊ വിഷ്ണു എന്താണ് വിഷ്ണു എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഒരു സാങ്കേതിക വിദഗ്ധനാണ് നമുക്ക് കൈ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ശ്രീ വിഷ്ണു IT ഫീൽഡ് തന്നെ ഒരു HR ആണ്. എങ്കിലും അറിയാം കാര്യങ്ങൾ അല്ലേ? അല്ല, തീർച്ചയായിട്ടും AI എന്ന് പറയുമ്പം പുതിയ തലമുറ കുറച്ചുകൂടെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം പുതിയ യങ്സ്റ്റേഴ്സിനെ ഈ പാർട്ടിയിലോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ്. അല്ല, അപ്പൊ ഇത് നമ്മുടെ CPM കരുതുന്നത് ഇത് ആളുകൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരം വർദ്ധിപ്പിക്കും, തൊഴിലാളികളുടെ ജോലി ഇല്ലാതാക്കും, നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായി രൂപപ്പെടുന്ന പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ AI തന്നെ പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, AI ഓപ്പർച്യൂണിറ്റി പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് കുറച്ചുകൂടെ നല്ല കാര്യങ്ങളാണ്. ഇത് വെച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മീഡിയാസിന് തന്നെ ഇത് വെച്ച് കുറെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായി രൂപപ്പെടുന്ന ഉത്പാദനോപാധികളുടെ ഉടമസ്ഥാവകാശം കോർപ്പറേറ്റുകളും മുതലാളികളും കൈക്കലാക്കും, അതോടെ പ്രതിസന്ധി രൂക്ഷമാകും എന്നൊക്കെ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നതിനെ ഗൗരവത്തിൽ എടുക്കേണ്ടതെന്നാണോ വിഷ്ണു പറയുന്നത്? അല്ല, അവരെല്ലാം പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ലേ. AI യൂസ് ചെയ്ത നല്ല കാര്യമാണ്. അതിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് ലോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഓക്കെ. ഏതായാലും അതാണ് കൃത്യമായ ഒരു നിയമ സംവിധാനം ഉണ്ടാകുകയും അതിൻ്റെ ഉപയോഗം അത് കൃത്യമായി നമുക്ക് നിയന്ത്രണത്തിലാക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വേണമെന്ന വിഷ്ണുവിൻ്റെ ആ അഭിപ്രായം വളരെ വളരെ ശരിയാണ്. വൈശാഖ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. വൈശാഖ് ഷാജി എന്നോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷിലായതുകൊണ്ട് പിന്നെ അത് വായിക്കാനും കിട്ടുന്നില്ല. ഓക്കെ, ജയകുമാർ പറയുന്നത് മുഹമ്മദ് മഞ്ചേരി വിളിക്കാറില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാനും അതാണ് ആലോചിക്കുന്നത്. നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നു ഈ മുഹമ്മദ് മഞ്ചേരിക്ക് എന്തു പറ്റി എന്ന് അറിയില്ല. അദ്ദേഹം നമ്മുടെ പൊതുവേദിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്നും വിളിച്ചു കണ്ടില്ല. നോക്കാം, മുഹമ്മദ് മഞ്ചേരി വിളിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സൂസൻ ജെസ്സി പറയുന്നു, ഗുഡ് ഈവനിങ് മനു സർ. സൂസൻ ജെസ്സി, ഗുഡ് ഈവനിങ് സർ, യു ആർ സൂപ്പർ. കൊള്ളാം, എന്നെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇട്ടിരിക്കുന്നു. യു ആർ സൂപ്പർ എന്ന് പറയുമ്പോൾ തന്നെ അത് നൽകുന്ന ഒരു ആവേശവും ശക്തിയും. സൂസൻ, വളരെയധികം നന്ദി. സൂസനും എൻ്റെ എല്ലാവിധ ആശംസകളും. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ലാലു ആണ്. ലാലു ഉദയംപേരൂർ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ ലാലു എന്താ ചെയ്യുന്നത്? ഞാൻ LPG IUCയുടെ ഗ്യാസ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ശ്രീ ലാലു ഈ ഇത് കണ്ടോ, ഈ EK നായനാരുടെ വീഡിയോ ഒക്കെ കണ്ടോ? അദ്ദേഹത്തിനെ പുനരാവിഷ്കരിച്ച അദ്ദേഹം പാർട്ടി അണികളെയൊക്കെ നമ്മുടെ കൊല്ലം സമ്മേളനത്തിൽ. അത് നല്ല കാര്യമല്ലേ സാറേ? നല്ല കാര്യമാണ്. പക്ഷെ ഇങ്ങനെ നല്ല കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ആദ്യകാലത്ത് ട്രാക്ടറിനും TVക്കും എതിരെയൊക്കെ പണി പോകുമെന്നും പറഞ്ഞ് CPMന്റെ ആൾക്കാർ, ഞാനിവിടെ CITയിൽ വർക്ക് ചെയ്യണതാണ്, അങ്ങനെ ചെയ്ത പാർട്ടി ഇപ്പൊ തിരുത്തി ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അത് നല്ല കാര്യമാണ്. ഇപ്പൊ നമുക്ക് വീട്ടിൽ നിന്നാണ് കറണ്ട് കാശ് അടക്കാം. പണ്ട് നമ്മൾ എത്ര ക്യൂ നിന്ന് വേണം അടക്കാൻ. അപ്പൊ ശ്രീ ലാലു ഇപ്പൊ CPMലില്ലേ? ഉണ്ട്, CPMലുണ്ട്. അപ്പൊ CPM നിലപാട് മാറ്റിയപ്പോ ലാലുവിന് സന്തോഷമായി എന്നാണ് അല്ലേ? പണ്ട് എതിർത്തു വരുന്നു, ഇപ്പൊ നിലപാട് മാറ്റിയപ്പോ ഇത് വരുന്നു. ട്രാക്ടർ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്ന പ്രശ്നം. ഞാൻ തിരുവല്ല മാത്യൂസ് ഗ്യാസിന്റെ വണ്ടി ഓടിക്കണം. അത് റിക്കവറി ആയിട്ട് ഗോഡൌൺ അടച്ചിട്ടേക്കുവാണ്. അപ്പൊ ഇനിയിപ്പോ വേറെ വണ്ടി നോക്കണം. ഏതായാലും പെട്ടെന്ന് ഇത് നല്ല കാര്യമാണ്.
ഓ ഓക്കെ, ഏതായാലും അതിന്റെ ഒരു അഭിപ്രായം പങ്കുവെച്ചതിൽ പിന്നെ ഓരോരോ അഭിപ്രായം കൂടി ഉണ്ട് സാറേ. ആ നമ്മളിപ്പോ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് 500 രൂപ ഫൈൻ വരുള്ളൂ, പക്ഷെ 1000 രൂപയൊക്കെ വരുന്നുണ്ട്. ഫൈൻ കൂട്ടണമെന്നാണോ പറയണത്? അല്ലെന്ന് 1000 രൂപ ഫൈൻ അടിച്ചിരുന്നടാ. ആരെ ലാലുവിന് 1000 രൂപ ഫൈൻ എഴുതി തന്നോ? ഫൈൻ നമ്മുടെ പെങ്ങളുടെ മോന് ഫൈൻ എഴുതി കൊടുത്തു. പക്ഷെ നമ്മൾ ഹെൽമെറ്റ് വെക്കണം. അടുത്ത ആഴ്ച ദുബായിക്ക് പോകണം, അത് കാരണം അവൻ പൈസ അടച്ചാൽ അവൻ പോകുന്നു. അല്ല, പക്ഷെ ഹെൽമെറ്റ് വെക്കുന്നത് നല്ലതല്ലേ? പ്രത്യേകിച്ച് അടുത്ത ആഴ്ച ദുബായിലൊക്കെ പോകുന്ന യാത്ര ചെയ്യണ്ടേ? അത് നല്ലതാണ്, പക്ഷെ സംഭവം ഈ 500 രൂപയാണ് വരാറുള്ളൂ, പക്ഷെ 1000 കൊടുത്തു. അയ്യോ, പോട്ടെ. ഏതായാലും അതൊന്ന് സാറിന് പറയണം. അതെ, ഏതായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവരെ ഈ വിഷയം ഗൗരവത്തിലെടുക്കുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. നോക്കാം നമുക്ക് എന്താണ് അതിൻ്റെ കാരണം എന്ന് അന്വേഷിക്കാം. ഓക്കെ ലാലു, ഏതായാലും ഉദയംപെരൂർന്ന് വിളിച്ചല്ലോ, വളരെയധികം സന്തോഷം. സതി ബാബുരാജ് പറയുന്നത് ഐ ആം എ സേവാ വർക്കർ ആൻഡ് ഐ ഡിഡ് സം ചാരിറ്റബിൾ വർക്ക് ദീസ് ലാസ്റ്റ് 2 days എന്നാണ്. അത് വളരെ വളരെ പൊതുവേദിക്കൊരു അഭിമാനമുള്ളൊരു കാര്യമാണ്. ഈ പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകളാണ് പലപ്പോഴും പൊതുവേദിയുമായി അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിൽ ചില ആളുകൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, ചില ആളുകൾ നമ്മുടെ സതി ബാബുരാജിനെ പോലെ സേവന പ്രവർത്തന രംഗത്തൊക്കെയുള്ള ചാരിറ്റബിൾ പ്രവർത്തന രംഗത്തൊക്കെ ഉള്ളവരാണ്. ഏതായാലും 2 ദിവസം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഇരുന്നതുകൊണ്ട് പൊതുവേദി കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അത് സാരമില്ല, പക്ഷേ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പൊതുവേദിയുമായി പങ്കെടുക്കുക. ഒപ്പം ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകളെ സഹായിക്കുക എന്ന വലിയ മനസ്സ് സതി ബാബുരാജ് എന്ന നമ്മുടെ പ്രേക്ഷകർക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ ഞങ്ങളും അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. അജിത് കുമാർ എന്നെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ട്. മനു സാർ സൂപ്പറാണെന്ന് പറയുന്നു. അജിത് കുമാർ, താങ്ക് യു ഫോർ ദ കമൻറ്റ്. ഗോളാന്തരം പറയുന്നത് ഹെൽമെറ്റ് വെക്കാത്തതിന് 50,000 രൂപ പിഴ കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് പാവപ്പെട്ട മനുഷ്യർ ചിലപ്പോൾ ഇതൊക്കെ ഒരു ബോധവൽക്കരണത്തിലൂടെ വരേണ്ടതാണല്ലോ. നമ്മൾ പണ്ടൊന്നും ഹെൽമെറ്റ് വെക്കാതെയാണ് പല ആളുകളും നടന്നിരുന്നത്. അന്ന് ചിലപ്പോൾ ഈ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ആളുകൾ ഒരു നിർബന്ധവും ഇല്ലെങ്കിലും പോലീസ് പിടിക്കില്ലെങ്കിലും അന്ന് പല ആളുകളും നമ്മൾക്കൊരു ഹെൽമെറ്റ് വെച്ച് പോകാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇന്ന് പോലീസിനെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടുണ്ടാക്കിയൊക്കെ ആളുകൾ ഹെൽമെറ്റ് വെക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് ഒരു നല്ല കാര്യമാണ്, പക്ഷേ അതൊരു ബോധവൽക്കരണത്തിലൂടെ നടപ്പിലാക്കണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എലോൺ പറയുന്നു CPM അല്ലെങ്കിലും അങ്ങനെയാണ്, മറ്റുള്ളവർ എന്ത് കൊണ്ടുവരാലും ആദ്യം എതിർക്കും, പിന്നെ ആവശ്യം വന്നാൽ അത് ഉപയോഗിക്കും എന്നുള്ളതാണ്. അത് അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട എലോൺ. എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യത്തെ നമ്മൾ മൊത്തത്തിൽ കേട്ടപടി അങ്ങ് വിഴുങ്ങുന്നതിന് പകരം അതിനെ ഒന്ന് പൂർണ്ണമായി പരിശോധിച്ച് അതിലെ പല വശങ്ങൾ പരിശോധിച്ച് സ്വീകരിക്കുന്നതാണ് നല്ലത്. കാരണം അത് അല്ലെങ്കിൽ പെട്ടെന്നൊരു വലിയ സമൂഹത്തിന് മുകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആഘാതം അത് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഷാജി പറയുന്നത് 2 പേരും ഹെൽമെറ്റ് ഇല്ലാതെ ഒരു വണ്ടിയിൽ പോയാൽ 1000 രൂപ. അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കും കേട്ടോ ലാലു, ഈ 2 പേരെ കണ്ടാൽ 1000 രൂപ അടിച്ചു കൊടുത്തതായിരിക്കാം. ഏതായാലും കുറേ കൂടെ ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല ഈ ഹെൽമെറ്റ് വേട്ട എന്നത് ഒരു 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 ടാർഗറ്റ് കൊടുത്ത് ആളെ പിടിക്കുന്ന ഒരു രീതി പോലീസിന് ഉണ്ട് എന്ന് പല കോണുകളിൽ നിന്നും ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർന്നിരുന്നു. ഒരുപക്ഷെ നമ്മുടെ സുരക്ഷയ്ക്കാണ് അവരിതൊക്കെ പറയുന്നതെങ്കിലും ഇത് ഇവർക്ക് ടാർഗറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടി ആളുകളെ ഓടിച്ചിട്ട് പിടിക്കുകയും അവരെ പരമാവധി അതുമായി ബന്ധപ്പെട്ടുള്ള ഹരാസ്മെൻറ്റ് നടത്തുകയൊക്കെ ചെയ്യുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പലപ്പോഴും വരുന്നുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ കുറേ കൂടി കാര്യക്ഷമമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഈ അപകടങ്ങൾ കുറയ്ക്കാൻ വളരെ അധികം പ്രയത്നിക്കുന്നുണ്ട് പോലീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതാണ്. ഇനി നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചെർപ്പളശ്ശേരിയിൽ നിന്നാണ് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നത്. ഗോപാലകൃഷ്ണൻ അല്ലേ? അതെ. ശ്രീ ഗോപാലകൃഷ്ണന് എന്ത് തോന്നുന്നു, ഈ നമ്മുടെ CPMന് ഇങ്ങനെ ഇടക്കിടക്ക് നിലപാട് മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യം വികസനത്തിന്റെ കാര്യത്തിലുണ്ടോ ശ്രീ ഗോപാലകൃഷ്ണൻ? അതിന് സംശയമൊന്നുമില്ല. അവര് പറഞ്ഞതൊക്കെ മിണിങ്ങിട്ടേ ഉള്ളൂ. പക്ഷെ തെറ്റ് തിരുത്താന്നുള്ളത് നല്ല നടപടിയാണ്. തെറ്റ് തിരുത്തിയവര് അല്ലേ? അങ്ങനെയാണ്. തെറ്റ് തിരുത്തിയോന്ന് വെച്ച് കഴിഞ്ഞാൽ സഖാവിനെ ഇപ്പോ ഈ പുതിയ സംവിധാനത്തിൽ കാണാൻ പറ്റിയെന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. തെറ്റുകൾ മാത്രം ചെയ്യും, തെറ്റുകൾ മാത്രം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എല്ലാ കാലത്തും. പക്ഷെ അത് തിരുത്താൻ ഉള്ള മനോഭാവം നല്ല തന്നെയാണ്. കാരണം ഇപ്പൊ മാറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് എപ്പോഴും മൂർത്തമായ സാഹചര്യം എന്നാണല്ലോ അവര് പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ അംഗീകരിക്കല്ല. അപ്പൊ എന്താ ചെയ്യണേ? അപ്പൊ ശ്രീ ഗോപാലകൃഷ്ണൻ, നമ്മള് CPM ഈ AI കൂടുതൽ തുറന്ന മനസ്സോടുകൂടി കണ്ട് സ്വാഗതം ചെയ്യണമെന്നാണോ താങ്കൾ കരുതുന്നത്? എന്താണ് കരുതുന്നത്? അതിനവർക്ക് കഴിയില്ല. കാരണം പലരും പല അഭിപ്രായമാവും.
അതിന് കഴിയുന്നുള്ളത് തോന്നുന്നില്ല. കാരണം എന്താ അറിയോ, ഇപ്പൊ മുഹൂർത്തമായ സാഹചര്യത്തിൽ ഇ കെ നായനാരെ കാണിച്ചു എന്നല്ലാണ്ട് ഇനിയും അത് ഫുള്ളായിട്ട് ഉൾക്കൊള്ളുമെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു കാര്യമാണ് ഈ സംവിധാനം. അതിപ്പോ നമ്മൾ മനസ്സിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാ അത് ലേശം ബുദ്ധിമുട്ടാണ് അവർക്ക് പലർക്കും. യെസ്, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ അജിത് കുമാർ എനിക്ക് ഇങ്ങനെയൊരു കലക്കി എന്നുള്ള തരത്തിലൊരു ചിഹ്നം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അജിത് കുമാറും കലക്കി, നന്നായി ഇരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിരവധി പ്രേക്ഷകർ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ഒരു വികസന അനുകൂല നിലപാടാണ്, പുതിയ സാങ്കേതിക വിദ്യ വരണം എന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. പഴയ ഈ നിലപാടുകളൊക്കെ മാറണം എന്ന് പലരും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ CPM ആയാലും കുറേ കൂടി ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളോട് കുറേ കൂടി തുറന്ന സമീപനം വേണം എന്ന് പറയുന്നു. പക്ഷേ ഒരു പാർട്ടിക്ക് പലപ്പോഴും അത് ഉണ്ടാക്കുന്ന മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി പരിഗണിക്കേണ്ടി വരും. ഇപ്പോൾ തൊഴിൽ നഷ്ടം വരും, അപ്പോൾ അങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെയുള്ള ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അപ്പോൾ അവർ സ്വാഭാവികമായി അതൊക്കെ പരിശോധിച്ച് ഒരു നല്ല നിലപാടിലേക്ക് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഈ പാർട്ടി കോൺഗ്രസ് ഈ വിഷയത്തിൽ കരട് രേഖയിൽ വളരെ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. AI systems are deployed to manage access to service and benefit, raising concerns about making crucial decisions on people's life എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിത് വ്യക്തമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ശ്രീമതി ജയയാണ് കൊല്ലത്തു നിന്ന് ചേരുന്നത്. ശ്രീമതി ജയ വിദേശത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. വിവരസാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം ഒരുപക്ഷെ നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ടുള്ള ആളാണ്. മക്കളും ഇപ്പോൾ വിദേശത്തുണ്ട്. അപ്പോൾ ശ്രീമതി ജയ എന്ത് കരുതുന്നു? CPMന് അവരുടെ നിലപാടുകൾ മാറ്റാനുള്ള സമയമായി എന്നാണോ, അതോ ഈ ഒരു ജാഗ്രത കുറെ കൂടി വേണമെന്നാണോ തോന്നുന്നത്? നമസ്കാരം മനു. നമസ്കാരം. മനു, ഇത് നല്ല ഒരു കാര്യമാണ് ഇപ്പൊ അവർ ചെയ്യുന്നത്. നാളെ നേരം എടുക്കുമ്പോൾ അഭിപ്രായം മാറ്റാതിരുന്നാൽ കൊള്ളാം. പിന്നെ ഇ കെ നായനാരെ കാണിച്ചപ്പോ ഒരു സന്തോഷം തോന്നി. നമ്മുടെ പഴയ മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തിന്റെ സംസ്കാരവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേല് അതിനേക്കാൾ പ്രാധാന്യപ്പെട്ട ഒരാള് സുഖമില്ലാതെ വർഷങ്ങളായി കിടപ്പുണ്ട്. അദ്ദേഹത്തിനെ കൂടെ ഒന്ന് കാണിക്കാമായിരുന്നു. ഇതിപ്പോ നായനാരെ കാണിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ അച്യുതാനന്ദനെ കൂടി കാണിക്കണം എന്ന് ആഗ്രഹിച്ചു അല്ലേ? അച്യുതാനന്ദൻ കിടപ്പല്ലേ, അദ്ദേഹത്തിന്റെ ഒരു വിവരങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും കൂടെ ഇതേ കണക്ക് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പണ്ട് കമ്പ്യൂട്ടറിന് എതിര് നിന്നവർ ഇപ്പൊ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നെന്ന് പറയുമ്പോ ഒരു സന്തോഷം. ഇനി മാറ്റി ചെയ്യാതിരുന്നാൽ മാത്രം മതി. മനുവിന് സുഖാണോ? സുഖമായിരിക്കുന്നു, എല്ലാവരുടെയും സ്നേഹവും ഇതൊക്കെ ഉണ്ട്. അപ്പൊ സുഖമായിരിക്കുന്നു. അവിടെ കൊല്ലത്തും എന്നാ മീറ്റിംഗ് ഒക്കെ നടത്തുന്നത്? CPM സമ്മേളനം അല്ലേ? അതെ അതെ അതെ, സംസ്ഥാന സമ്മേളനം അവരുടെ നടക്കുന്നുണ്ട്. ഡേറ്റ് ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ പൊതുവേദിയിൽ കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. അതെ അതെ, അതാണ് അത് കൊല്ലത്തുകാർക്ക് നമ്മുടെ പൊതുവേദി. ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നടത്തുമ്പം കൊല്ലത്ത് വെച്ച് നടത്തണം. നമ്മുടെ യോഗം അല്ലേ? അത് നമുക്ക് നടത്താം. കൊല്ലത്തുനിന്ന് ഒരുപാട് പേര്, ഇന്നും ഒരുപാട് പേര് വിളിച്ചു. നമ്മൾ വിഷ്ണു വിളിച്ചു, ചേച്ചി വിളിച്ചു, അങ്ങനെ നിരവധി പേർ കൊല്ലത്തുനിന്ന് വിളിക്കുന്നുണ്ട്. നമ്മുടെ രാജൻ കൊല്ലമുണ്ട്, അങ്ങനെ നിരവധി പേർ നമ്മുടെ കൊല്ലത്തുനിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരു യോഗം ചേരണമെന്നാണ് പൊതുവേദിയിലെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത്. നോക്കാം നമുക്കത് കൊല്ലത്ത് വെച്ച് നടത്താൻ പറ്റുമെന്നൊക്കെ. ഏതായാലും അതിന് കുറച്ച് സമയമൊക്കെ ആവശ്യമാണ്. അടുത്ത ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലൻ പാലക്കാടുകാരനാണ്, പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. പക്ഷേ ശ്രീ ബാലൻ കഴിഞ്ഞ ദിവസം പൊതുവേദിയിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഫോൺ കട്ടായി പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ? ഫോൺ എന്തോ കുഴപ്പം. ഗുഡ് ഈവനിങ്. അപ്പോൾ ശ്രീ ബാലൻ കുറേ ദിവസമായല്ലോ നമ്മൾ സംസാരിച്ചിട്ടല്ലേ? താങ്കൾ മുങ്ങിയതല്ലേ? എന്റെ ഓർമ്മയിൽ ഒരു 10-28 ദിവസം മുങ്ങിയല്ലോ. 18 മുങ്ങിയല്ലോ. ഇല്ല, ഞാൻ ഒരാഴ്ച അവധി എടുത്ത് വീട്ടിൽ പോയി. ഫെബ്രുവരിയിൽ 15-ാം തീയതിയാണ് കയറിയത്. ഞാൻ ഒരാഴ്ച പിന്നെ രാവിലെ വേറെ ചില ജോലികളായതുകൊണ്ട് അതിന്റെ ഭാഗമായി അങ്ങനെ വന്നു. അതെ, കുറെ ദിവസം ഞാൻ പൊതുവേദിയിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരാഴ്ച മാത്രം ഓഫീസിൽ ഇല്ലാതിരുന്നു. കേൾക്കുന്നില്ലേ? കേൾക്കുന്നു, പറയൂ. അതിനുശേഷം പിന്നെ വിളിച്ചില്ലായിരുന്നു. അത് ശരി.
പിന്നെ ഇപ്പൊ ഞാൻ ഇന്നലെ ഒന്ന് ട്രൈ ചെയ്തു. ഇന്നലെ നമ്മുടെ തറവാടിത്തുള്ള ഒരു നേർച്ചയൊക്കെ നടന്നായിരുന്നു ഞായറാഴ്ച ഞങ്ങളുടെ നാട്ടിലെ പാലക്കാട് തൃത്താലയിൽ. ഞാൻ വിളിച്ചിരുന്നു, അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കട്ടായി പോയി. ഞാനത് ആ ഹോൾഡിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അത് കട്ടായി പോയി. അതാണ് അത് കട്ടായി. കാരണം അതില് ഇന്നത്തെ വിഷയമാണെങ്കിലും അതിൽ നടന്ന സംഭവങ്ങളൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് കേട്ടോ. ആ പള്ളിയുടെ മുന്നിലാണ് പോലീസ് സ്റ്റേഷൻ. അതാണ് ഏറ്റവും വലിയ തമാശ. അത് ശരി, പോലീസ് സ്റ്റേഷൻ അതിനടുത്ത് തന്നെയാണ്. പക്ഷെ പള്ളിക്ക് ഇതുമായി ബന്ധമൊന്നും ഇല്ലെന്നല്ലേ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. പള്ളിക്ക് പക്ഷേ പറഞ്ഞാലും അതൊക്കെ ഒരു ദേശവിരുദ്ധ സ്വഭാവത്തിലേക്ക് നീങ്ങണതാണ്. അതിനൊന്നും കണ്ണടയ്ക്കാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞാലും അതിനൊന്നും പ്രോത്സാഹനം കൊടുത്താൽ മറ്റേ ഈ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ പലതരത്തിലുള്ള ചിന്താഗതികൾ മാറി വരുള്ളേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആകട്ടെ, നമുക്ക് ഇന്നത്തേക്ക് കിടക്കാം. നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാനൊരു പാർട്ടി അനുഭാവിയാണ്. ഞാനും കുറെ കാലം ഒരു CIT-ലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഏതൊരു നല്ല കാര്യത്തിനും ആദ്യം തന്നെ പോകുന്നത് പുറംതിരിഞ്ഞു നിൽക്കും. അങ്ങനെ കാര്യം അവസാനം എല്ലാത്തിനും കെട്ടിപ്പുണരുന്നൊരവസ്ഥ ഉണ്ട്. ഏതൊരു കാര്യത്തിലായിക്കോട്ടെ, അതിപ്പോ ടാക്സോ കമ്പ്യൂട്ടറോ എന്തിനും സെപ്റ്റി ടാങ്കോ സീപ്ലെയിനോ എന്തോ ആയിക്കോട്ടെ. മറ്റുള്ള പാർട്ടികളൊക്കെ ഒരു പാർട്ടി സമ്മേളനത്തിന് ഇവന്റ് മാനേജ്മെന്റിന് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഈ പാർട്ടി പോലും ഇവന്റ് മാനേജ്മെന്റിന് ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ വൈകിയാണെങ്കിൽ ഒരു വൈകി ഉദിച്ച ബുദ്ധി നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ ഒരു അഹങ്കാരവും ധാർഷ്ട്യവും അല്ലാത്ത വിനയുള്ള ഒരു മുഖ്യമന്ത്രിനെ കാണാൻ സാധിച്ചു. അതെനിക്കൊരു ഭയങ്കര ഒരു ആശ്വാസം തോന്നുന്നു. അല്ല, നമ്മുടെ മുഖ്യമന്ത്രിമാർ ഇപ്പൊ ഈ VS അച്യുതാനന്ദനായാലും അദ്ദേഹം വളരെ വിനയാനന്ദനായിരുന്നു. അല്ല, അച്യുതാനന്ദൻ VS വിട്ടേക്ക്. ഞാൻ പിന്നെ മാനേജറുടെ കാര്യം പറഞ്ഞു. ഞാൻ മാനേജർ പണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള പരിപാടി കറക്റ്റായിട്ട് കണ്ടിരുന്ന ഒരാളാണ്. നല്ല പുള്ളി എല്ലാത്തിനും ഒരു ഹ്യൂമർ സെൻസ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള സംസാരിക്കുള്ളൂ. ഈ അഹങ്കാരം ധാർഷ്ട്യം ഉള്ള സ്വഭാവങ്ങളൊന്നും ഇല്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തായിരിക്കണം എന്ന് ആ ശൈലിയിലാണ് പുള്ളി ജീവിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. അതാണ് പുള്ളിയോടുള്ള ഒരു ഇഷ്ടം വരാൻ കാരണം. അതാണ് ഞാൻ പുള്ളി മരിച്ചിട്ടൊക്കെ അവിടെ കാണാനൊക്കെ പോയിരുന്നതാണ്. പാലക്കാട് ഞാൻ അവിടെ പോയിരുന്നു. കാരണം ഇന്നിപ്പോ അങ്ങനത്തെ കാണാൻ തോന്നുന്ന ആളുകളൊന്നും ഇല്ലട്ടോ. ഏതായാലും കുറെ ദിവസങ്ങൾക്ക് ശേഷം ശ്രീ ബാലനുമായി സംസാരിക്കാൻ കഴിഞ്ഞു. നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് അദ്ദേഹം. അത് ഞാൻ വന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം വിളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു, പക്ഷേ കിട്ടിയില്ല എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. സന്തോഷ് കുമാർ പറയുന്നു, മനുഷ്യാറെ നമസ്കാരം എന്ന് പറയുന്നു. LDF-ന് പിൻബുദ്ധിയാണ് എന്ന് പറയുന്നത്. അങ്ങനെയുണ്ടോ? 10 വർഷം കഴിഞ്ഞ് അവർക്ക് ബുദ്ധി ഉദിക്കൂ, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നാണ് പറയുന്നത്. അത് അങ്ങനെയുണ്ടോ പിൻബുദ്ധി എന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നത് അവർ ഇതൊക്കെ കുറെ കൂടി ഗൗരവത്തിലെടുക്കുന്നു എന്നുള്ളതാണ്. ജോസഫ് പറയുന്നു, ജനങ്ങളുടെ അഭിപ്രായം കൂടുതൽ കേൾക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. അപ്പോൾ എൻ്റെ വാചകോടി കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ശ്രീ ജോസഫ്, ഞാൻ സ്വതവേ അധികം സംസാരിക്കുന്ന ഒരാളായി പോയി. നോക്കാം നമുക്ക് കുറയുമെന്ന്. പക്ഷേ ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നുവെന്ന് പറയുന്ന വേറെ ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് നോക്കാം. ജോസഫ് കുറച്ചൊക്കെ ഒരു സഹിഷ്ണുത എന്നോട് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ജോസഫ് പറയുന്നത് ശരിയാണെന്ന് ഷാജി ഭാസ്കറും പറയുന്നുണ്ട്. അപ്പോൾ എന്നെ വിമർശിക്കുന്ന ആളുകളെ ഞാൻ ഉൾക്കൊള്ളുന്നത് പോലെ എൻ്റെ ചില വിമർശനങ്ങൾ നിങ്ങളും ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ തിലകൻ. പിന്നെ ഈ IT സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളാണോ? അല്ല. അങ്ങനെ IT സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിൽ കൂടുതൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ഞാൻ എന്റെ കാര്യം പറഞ്ഞോട്ടെ സാറേ. ഞാൻ 10ാം ക്ലാസ് വരെ തികച്ചു പോകാത്ത ഒരാളാണ്. ദൈവത്തിന്റെ കരുണ കൊണ്ട് ഇവിടം വരെയൊക്കെ എത്തി 2 കുഞ്ഞുങ്ങളായി അങ്ങനെ പോകുന്നു. അപ്പൊ ഞാൻ പറയണത് പുരോഗതി ഈ പറഞ്ഞ പോലെ പണ്ടൊരു നാടകത്തിന്റെ ഒരു നാടക ഡയലോഗ് ഓർക്കണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ പറയണം, ആത്മാവിന്റെ അന്തസത്തയെ കുറിച്ച് നീ ഇന്നും അജ്ഞാതനാണെന്ന് ഒരു കഥാപാത്രം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ പുരോഗതിയുടെ അജ്ഞതയെക്കുറിച്ച് ഇന്ന് കമ്മ്യൂണിസ്റ്റ് ലോകം അല്ലെങ്കിൽ CPM എന്ന് പറഞ്ഞ പാർട്ടി ഒരു അജ്ഞതയാണ്. കാരണം പുരോഗതി ഏത് കാലഘട്ടത്തിലും അനിവാര്യമാണല്ലോ സാറേ, ഇല്ലേ? അല്ല, പക്ഷേ പുരോഗതി വലിയ തോതിൽ കൊണ്ടുവന്നിട്ടുള്ള സ്ഥലങ്ങളാണ് റഷ്യയും ചൈനയും ഒക്കെ. നമ്മൾ കമ്മ്യൂണിസ്റ്റുകളല്ല. സാർ നല്ല കാര്യം. അവിടെയാണ് ഗ്ലാസ് നോസ്റ്റും പെരിസ്ട്രോയിക്കിലൂടെ തകർന്ന് തരിപ്പണമായി ലെനിന്റെ അവശിഷ്ടം പോലും വിറ്റ് ആയിക്കോട്ടെ. പക്ഷെ 5 വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയനിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു. ബഹിരാകാശ രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നു. സാങ്കേതിക രംഗത്ത് ആ ഒരു കാര്യത്തിലൂടെ വിയോജിച്ചു. കമ്മ്യൂണിസ്റ്റ് അവിടെ ഒരു സോഷ്യലിസ്റ്റ് മനോഭാവം പോലും വന്നില്ല സാറേ. അതാണ് യാഥാർത്ഥ്യം. അല്ല, ഞാൻ സോഷ്യലിസ്റ്റ് മനോഭാവം വന്നോ കമ്മ്യൂണിസം വന്നോ എന്നല്ല ഞാൻ പറയുന്നത്. റഷ്യ സാങ്കേതികമായി വളർന്നു എന്നാണ് ഞാൻ പറയുന്നത്. അത് ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും സാങ്കേതികമായി വളർന്നു. ആ സാങ്കേതികത്തെ എന്നും നമ്മൾ സ്വാഗതം ചെയ്യണം. അപ്പൊ ഒരു സമയം ഇന്നിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ഗോവിന്ദൻ പറഞ്ഞത് ഇന്ന് സാറ് കാണിക്കുന്ന നയനാർ സാറിന്റെ
ആ ഫോട്ടോയോട് ബന്ധപ്പെട്ട ഗോവിന്ദൻ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. മാർക്സിസ്റ്റുകാരൻ ചെയ്തൊരു അബദ്ധമാണെന്ന് തോന്നുന്നുണ്ട്. ഇല്ലേ? ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനെ കുറിച്ച്. ഇല്ലേ? അപ്പൊ നമ്മൾ അതൊന്നും പറയിപ്പിക്കട്ടെ. ഇവർക്ക് തോന്നിയ പോലെ പറയുന്ന ഒരു സംസ്കാരമായിട്ട് ഇത് മാറുകയാണ്. പക്ഷെ ഇത് വരും തലമുറകൾക്ക്, ഞാൻ പറയണത് വരും തലമുറകൾക്ക് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചായയാണ് ഇവര്. കാരണം ഇവര് ഒന്നിൽ ഉറച്ചു നിൽക്ക്. ഞാൻ പറയണത് ഏതെങ്കിലും ഒരു ദർശനം, ഇപ്പൊ CPM ഒരു ദർശനം ഉണ്ടല്ലോ, ആ ദർശനത്തിനകത്ത് ഊന്നി നിന്നുകൊണ്ട് ഇവര് പറയാൻ പഠിക്കണം. ഇത് ഗോവിന്ദൻ ഒരു കാര്യം പറയുന്നു, ഇപ്പൊ നയനാർ വേറെ. ഇപ്പൊ ഞാൻ വേറെ കാര്യം കൂടി പറയട്ടെ, അവസാനിപ്പിക്കട്ടെ. സാറ് സൂപ്പറാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് തിലകൻ. കാരണം എന്നെ പല ആളുകൾ വിമർശിക്കുമ്പോൾ ഒരുപാട് പേർ എനിക്ക് പിന്തുണയുമായി വരുന്നതാണ് എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഷാജിയും ജോസഫും ഒക്കെ പറഞ്ഞ് എൻ്റെ വാചകവടി കൂടുതലാണെന്ന് പറയുമ്പോൾ സൂര്യ എന്നൊരു പ്രേക്ഷക ചിത്ര പറയുന്നു പൊതുവേദി സൂപ്പറാണെന്ന് പറയുന്നു, മനു സാറിന് ആശംസകൾ എന്നും പറയുന്നു. അപ്പോൾ ചില ആളുകൾ നമ്മളെ കുറ്റം പറയുമ്പോൾ മറ്റു ചില ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാകാൻ നമുക്ക് കഴിയില്ല, എങ്കിലും ചില ആളുകളൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നു. രാജേന്ദ്രൻ അല്ലേ? രജീന്ദ്രൻ വയനാട്ടിൽ നിന്നാണ്. ശ്രീ രജീന്ദ്രൻ വയനാട്ടിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? വയനാട് അമ്പലവയൽ. അമ്പലവയൽ. യെസ്, ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അമ്പലവയൽ വളരെ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് ഫേമസ് ആണ്. അതെ അതെ അതെ. അവിടുത്തെ പിന്നെ എനിക്ക് പറയാനുള്ളത്, അന്ന് ഇവര് ഞാൻ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാൾ, ഇവിടെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഞങ്ങളൊക്കെയാണ്. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവരാണ്. അതെ. എനിക്ക് പറയാനുള്ളത്, അന്നൊക്കെ ഇവര് കർഷക തൊഴിലാളികളെ മാത്രം ഇതാക്കി വന്നു. കർഷകരുടെ രോദന ആരും കേട്ടില്ല. അതുകൊണ്ട് എന്താന്ന് നമ്മളുടെ വയൽ കൃഷികളൊക്കെ നശിച്ച് നാരായണക്കല്ലായി. ഇല്ലേ? ശരിയല്ലേ? നമ്മളുടെ അരി വേണമെങ്കിൽ നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരണം. അതെന്നെ പറഞ്ഞത്. അതെന്തുകൊണ്ട് സംഭവിച്ചു? പക്ഷെ കർഷകരുടെ അവസ്ഥ മെച്ചപ്പെട്ടിട്ടില്ല. പുറകിലാണ്. അവരുടെ സാമ്പത്തിക സാഹചര്യങ്ങളൊന്നും മെച്ചപ്പെട്ടിട്ടില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ കൃഷി പലയിടത്തും അത്ര ഒരു ലാഭകരമല്ലാത്തൊരു സംവിധാനമാണ്. കാരണം നമുക്ക് പറഞ്ഞു ഇല്ല, ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറിയില്ലേ? ഇതൊക്കെ എത്രയോ മാറിയില്ലേ? മിഷനറികൾ വന്നു. മിഷനറി വന്നാലും എന്ത് വന്നാലും ഇതെന്താന്ന് വെച്ചാൽ ഞാൻ തന്നെ എനിക്ക് 5 ഏക്കർ കൃഷി, ഞാൻ വയൽ കൃഷി ചെയ്തോണ്ടിരുന്നിരുന്നു. ആ 5 ഏക്കർ ഞാൻ ഉപേക്ഷിച്ചിട്ട് 5 ഏക്കർ കരസ്ഥലം വാങ്ങിച്ചു. അതെന്തുകൊണ്ടാണ്? എനിക്ക് അന്ന് നെല്ലുണ്ടാക്കിയാൽ എനിക്ക് ലാഭകരമായിരുന്നില്ല. ഇന്ന് അതല്ല. ഇന്ന് എനിക്ക് ആ 5 ഏക്കർ വയൽ കൃഷി നഷ്ടപ്പെട്ടതിൽ ഞാൻ ഖേദിക്കുക. നെല്ല് ലാഭകരമാണെന്നാണോ പറയുന്നത്? അതെ അതെ അതെ. നെൽകൃഷി എനിക്ക് ഇന്ന് ഞാൻ അവിടെ എന്റെ വയൽ കൃഷി ഉള്ള സ്ഥലമൊക്കെ ഇന്ന് ലാഭത്തിലായിരിക്കും. അവിടെ മെഷീനറി, നല്ല സൗകര്യത്തിൽ മെഷീനറികളുണ്ട് എല്ലാത്തിനും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇവര് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, താങ്ക് യു സോ മച്ച് രജീന്ദ്രൻ. വയലിൽ നിന്നാണ് വിളിച്ചത്. വയനാട്ടിൽ നിന്നും നമുക്ക് നിറയെ പ്രേക്ഷകർ പൊതുവേദി കാണുന്നു എന്നറിയുന്നതിലാണ് സന്തോഷം. നമ്മുടെ സൂപ്പി വെള്ളമുണ്ടയിൽ നിന്ന് എന്താ വിളിക്കാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അജിത് നായർ പറയുന്നു പിണറായി കമ്മ്യൂണിസ്റ്റ് അവസാന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഇ കെ നായനാർ പക്ഷേ ഇതിനെതിരെയാണ് കേട്ടോ പറയുന്നത്. ഇ കെ നായനാർ പറയുന്നത് കേരളത്തിൽ 100 കൊല്ലം കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരില്ല എന്നാളുകൾ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയായില്ലേ, VS മുഖ്യമന്ത്രിയായില്ലേ, പിണറായി 2 തവണ മുഖ്യമന്ത്രിയായില്ലേ, അപ്പോൾ ജനത്തിന് വേണ്ടത് കൊണ്ടാണ് നമ്മളെയാണ് എന്ന് അവർ പറയുന്നത്. ഇപ്പോൾ AI പറയുന്നത്. ഓക്കെ, അപ്പോൾ അവസാനത്തെയാണെന്ന് പറയുമ്പോൾ അതൊരു തുടർച്ചയാണെന്നാണ് നമ്മൾ ഈ എ കെ നായനാറിൻ്റെ ഈ AI ഇതിലൂടെ കേൾക്കുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ദീപു തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ദീപു നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. യെസ് ദീപു. മനു ഷർട്ട് നന്നായിട്ടുണ്ട്, പാന്റ് നന്നായിട്ടുണ്ട്, ഞാൻ ദീപു ഹെയർ സ്റ്റൈൽ എല്ലാം ഇതിൽ ഞാൻ ഇത് പൊതുവേദിയിൽ തന്നെ തുറന്നു പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ പുകഴ്ത്തലുകളിൽ വീഴുന്ന ഒരാളാണ്. എന്നെ ആര് പ്രശംസിച്ചാലും എനിക്ക് അങ്ങേയറ്റത്ത് സന്തോഷം വരും. അപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് എങ്ങനെ എന്നെ മുന്നിൽ നിന്ന് പ്രശംസിക്കേണ്ട, പിന്നിൽ പ്രശംസിക്കണം. പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ എന്നെ മുന്നിൽ നിന്ന് തന്നെ പ്രശംസിച്ചോളൂ. കാരണം എനിക്കത് വലിയ എനിക്കൊരു കാര്യം പറയാം. അതായത് ഈ
ഈ പരിപാടി അവതരിപ്പിക്കുക, അത് നല്ല രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ അതിന്റെ ഭംഗിയായിട്ട് കാണുന്നത്. അത് നമ്മുടെ ബാഹ്യമായ എന്തെങ്കിലുമോ അല്ലെങ്കിൽ നമ്മൾ കുശലം പറിച്ചിലോ ഒക്കെ അത് വേണ്ടാതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഭംഗിയായി അവതരിപ്പിക്കുക, അത് മനു നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം മനു. ഇത് ഏത് കാലത്തും CPM കമ്പ്യൂട്ടറിനെ എതിർത്തില്ലേ, ട്രാക്ടറിനെ എതിർത്തില്ലേ, അത് എതിർത്തില്ലേ, ഇത് എതിർത്തില്ലേ? CPM-ന്റെ ഏതെങ്കിലും അണികൾക്ക് വേണ്ടിയിട്ടാണോ CPM അത് ചെയ്യുന്നത്? അല്ല ദീപു, അതിൽ വേറെ രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല എങ്കിലും ദീപുവിന്റെ അറിവിലേക്ക് പറയാം, ഈ കമ്പ്യൂട്ടറിനെ എതിർത്തതിൽ BMS ഉണ്ടായിരുന്നു കേട്ടോ. BMS അവരുടെ ഇപ്പോഴും അവരുടെ സൈറ്റിൽ BMS എഴുതിയിട്ടുണ്ട്, അത് BMS റിജക്റ്റഡ് ഓൾ ലേബർ ഡിസ്പ്ലേസിംഗ് ഡിവൈസ് എന്ന് അവര് എഴുതിയിട്ടുണ്ട്. 1984 BMS-നെ കാണുന്നത് BMS മറ്റ് വേറെ ഏതാണെങ്കിൽ തൊഴിലാളികളുടെ കൂടെ അവരിപ്പം മോഡി വന്നപ്പം മറ്റ് മാറി മൂരാച്ചി സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിലും അവര് തൊഴിലാളികളോടൊപ്പം നിന്ന സാധനമാണ്. ഇവിടെ ഉമ്മൻചാണ്ടി ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ വൽക്കരണവുമായി ബന്ധപ്പെട്ട് അവിടെ പോയി നിന്നിട്ട് അതിനെതിരെ സമരം ചെയ്ത ആളാണ് ഉമ്മൻചാണ്ടി. തൊഴിലാളികളോട്, നമ്മുടെ നാട്ടിലെ ജനങ്ങളായ തൊഴിലാളികളോട്, കൂടുതലും തൊഴിലാളികളാണല്ലോ, വരല്ലേ ഉള്ളൂ, ആ തൊഴിലാളികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ ബോധ്യമുള്ള ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബോധ്യമുള്ള എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് വേണമെങ്കിൽ ഫോണിലെന്തോ റേഞ്ച് പ്രശ്നം വരുന്നുണ്ടെന്നാണ്. യെസ്, ഫോണിലെന്തോ റേഞ്ച് പ്രോബ്ലം ഉണ്ട്. യെസ് ദീപു, ഒന്നും കൂടി ശ്രമിച്ചു നോക്കൂ, പിന്നെ നമുക്ക് വീണ്ടും സംസാരിക്കാം. കൊയിലാണ്ടിയിൽ നിന്ന് റഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഷീദ്, കുറെ ദിവസം ആയല്ലോ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്, ഈ അടുത്ത് വിളിച്ചു. എവിടെയായിരുന്നു മനു? അമേരിക്കയിൽ ഞാൻ പോയിരുന്നു. അമേരിക്കയിൽ എങ്ങനെയായിരുന്നു നമ്മളെ ഈ ഞാൻ ഒരാഴ്ച വീട്ടിലേക്ക് പോയി. പക്ഷെ അതിന് മുന്നത്തെ ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പൊതുവേദി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല, ഞാൻ മറ്റു ചില ജോലികൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടായിരുന്നു. ഏതായാലും പക്ഷെ ഞാൻ ശ്രീ റഷീദ് സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാൻ വേണ്ടി പോയി ട്രംപ് ആയിട്ട് ഞാൻ വിചാരിച്ചു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ഗസ എടുക്കുമോ എന്നുള്ള രീതിയിൽ ഒരു നേരത്തെ ഒരു ടോക്ക് കിരണുമായിട്ട് നടത്തിയിരുന്നു. അപ്പൊ അന്ന് ഒരു ജോസഫ് എന്ന ആളുമായിട്ട് ഞാൻ അല്പം ഇടഞ്ഞ് സംസാരിക്കേണ്ടി വന്നിരുന്നു. സംസാരം കേട്ട വകയിൽ എന്നോട് പറഞ്ഞു പോയത്. സാധാരണഗതിയിൽ ഞാൻ വളരെ നയത്തിലൂടെയും വളരെ വളരെ ലളിതമായിട്ടാ പറയാറ്. പക്ഷെ അന്ന് ലേശം മോശമായിട്ട് രീതി, കാരണം എന്നെ കേൾക്കുന്ന ഒരുപാട് പ്രേക്ഷകർ എന്നെ വിളിച്ചു വന്നു, റഷീദ് ആ രീതിയിലൊന്നും പ്രതികരിക്കാറില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ അതൊരു ജോസഫിനെ നമ്മളൊരു സ്ഥിരം പ്രേക്ഷകനാണ് അയാൾ, അദ്ദേഹത്തോട് ഞാൻ ക്ഷമാപണം നടത്തുകയാണ്. അതൊന്ന് ആദ്യമായിട്ട് പറയാം, കാരണം ചെറിയൊരു വാക്കിലൊരു ഞാൻ എത്രയോ ആളുകളോട് തർക്കിക്കുന്നു. ഞാൻ പക്ഷേ ശ്രീ റഷീദിനോട് തർക്കിച്ചിട്ടില്ല, കാരണം സാധാരണ റഷീദ് എപ്പോഴും ശാന്തമായിട്ട് സംസാരിക്കും. ഞാൻ ആ രീതിയിലാണ് സംസാരിച്ചത്. ജോസഫിന്റെ പ്രതികരണം കേട്ടപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു പോയതാണ്. നമ്മളെ കേൾക്കുന്ന ആളുകളെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ വിഷയമായിട്ട് സംസാരിക്കാൻ ഇപ്പൊ എല്ലാരും പറഞ്ഞതും ഒന്ന് തന്നെയാണ്. ട്രാക്ടർ വന്നപ്പോൾ എതിർത്തവർ, കമ്പ്യൂട്ടർ വന്നവർ എതിർത്തവർ, പൊതുമേഖലയിൽ എയർപോർട്ട് വന്നപ്പോൾ എതിർത്തവർ, പൊതുമേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്ന്, ഇതൊക്കെ എതിർത്തിട്ടുണ്ടെങ്കിലും അത് നടപ്പിൽ വരുത്താനുള്ള ഈ വിഴിഞ്ഞം പദ്ധതിയാണ്. എന്ത് പദ്ധതി വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വന്നാലും അതിനെ തുടക്കത്തിൽ എതിർക്കുക എന്ന്, കാരണം പാവപ്പെട്ടവന്റെ പാർട്ടി, കർഷകന്റെ പാർട്ടി എന്നൊക്കെ അവകാശപ്പെടും. ഈ കർഷകന്റെ പാർട്ടിയും പാവപ്പെട്ടവന്റെ പാർട്ടിയുടെ നേതാക്കൾ ഓരോരുത്തരും, പേരെടുത്ത് പറയുന്നില്ല, ഓരോരുത്തരുടെയും ഇന്നത്തെ അവരുടെ ജീവിത നിലവാരം എന്താണ്. സാധാരണക്കാരൻ എപ്പോഴും കുമ്പിളിൽ തന്നെയാണ് കാര്യം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുന്ന അണികൾ ഇനി വരാതിരിക്കില്ല. അപ്പോഴാണ് ഇവരെന്താവും എന്നുള്ളത് പറയാം. ഇപ്പൊ എല്ലാ രാജ്യത്തും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയം. അപ്പൊ കേരളത്തില് ഒക്കെ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മുടെ പാവപ്പെട്ട ദരിദ്രരായ ആളുകൾ അത് ഇതുവരെ പഠിച്ച് വന്നിട്ടില്ല. അവർ പഠിക്കുന്ന കാലത്ത് ആ രീതിയിലേക്ക് വരും എന്ന് നമ്മൾ കരുതാം. അത് അത്രേ പറയേണ്ടതുള്ളൂ. ഇന്ന് ഇന്ന് രാജ്യം പുരോഗമനം. ഞാനൊരു 70 വയസ്സുള്ള ആളാണ്. പഴയ കാലത്തിന്റെ നമ്മുടെ അവസ്ഥയും ഇപ്പോഴത്തെ നമ്മുടെ കാലത്തിന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നു ഇങ്ങനെ ആളുകളുമായിട്ട് ഈ രീതിയിലൊക്കെ ഒരു കയ്യിൽ ഒരു ടെലിഫോൺ, ഒരു ചെറിയൊരു ടെലിഫോൺ വെച്ച് ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങളും നമ്മൾ കാണുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നു ആ സമയത്ത്. അപ്പൊ ഇന്നത്തെ ആ വികസനം ഇനിയും ഒരുപാട് വികസിക്കാൻ കിടക്കുന്നു. ഒരുപാട് അതൊന്നും ഇനി കാണാൻ നമുക്ക് ഇനി വരാനിരിക്കുന്ന തലമുറ എന്തൊക്കെ കാണാനിരിക്കുന്നു.
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. അപ്പൊ വികസനത്തെ നമ്മളെ മുഖം തിരിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. വികസനം വരുമ്പോൾ അതിന് സർവ്വതാ നമ്മൾ സ്വീകരിക്കുകയും അതിന് ഏതെല്ലാം തരത്തിൽ നമുക്ക് നല്ലത് ചെയ്തു കൊടുക്കാൻ കഴിയും ആ രീതിയിലൊക്കെ ചിന്തിക്കുകയും ചെയ്യണം എന്നാണ് പറയാം. യെസ്, താങ്ക് യു സോ മച്ച്. ഏതായാലും ശ്രീ റഷീദുമായി ദീർഘകാലത്തിന് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷം. കാരണം എനിക്ക് വളരെ വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് ശ്രീ റഷീദ്. അദ്ദേഹം വളരെ ശാന്തനായിട്ടാണ് എപ്പോഴും സംസാരിക്കുക. പ്രായത്തിൻ്റെ ഒരു പക്വത എപ്പോഴും കാണിക്കുന്ന ഒരാളാണ്, ഒരു പ്രേക്ഷകനാണ്. പക്ഷേ അദ്ദേഹം ജോസഫുമായി എന്തോ ഒരു തർക്കം ഞാനില്ലാത്ത ദിവസമാണ് ഉണ്ടായത്. അങ്ങനെ ഉണ്ടായി അതിൽ ക്ഷമ ചോദിക്കുന്നു. സെബാസ്റ്റ്യൻ ചെറുമേൽ എന്നോട് ചോദിക്കുകയാണ്, നമ്മുടെ പൊതുവേദിയിൽ 4 ജോസഫ്മാർ വിളിക്കാറുണ്ട്, അതിലേത് ജോസഫിനോടാണെന്ന്. അപ്പോൾ എല്ലാ ജോസഫ്മാരോടും എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എം.ആർ. മെറിയമ്മ എന്നോട് പറയുന്നത് CPM-നെ വെള്ളപൂശാൻ ബദാ പരിശ്രമിക്കുകയാണ്. ഞാൻ CPM-നെ വെള്ളപൂശാൻ ശ്രമിച്ചില്ല കേട്ടോ, ഞാൻ പറഞ്ഞൊരു ഫാക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭാരതീയ മസ്ദൂർ സംഘിൻ്റെ ഓൺലൈൻ സൈറ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കും കയറി നോക്കാം. അതിൽ 1984 എന്ന വർഷം ആൻറ്റി കമ്പ്യൂട്ടർ ഇയർ ആയി ഭാരതീയ മസ്ദൂർ സംഘ് ആചരിച്ചിരുന്നത്. അന്ന് പല ആളുകളെയും കമ്പ്യൂട്ടർ വൽക്കരണം തൊഴിൽ നഷ്ടമുണ്ടാക്കുമോ എന്നൊരു ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതുകൊണ്ട് CPM-ന് അങ്ങനെ വെള്ളപൂശുകയല്ല. അവരും ഇത് ദീർഘദൃഷ്ടിയോടുകൂടി പല കാര്യങ്ങളും കാണുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടാകുന്ന പൊതു അഭിപ്രായത്തോടുകൂടി ഞാനും അത് തള്ളിക്കളയുന്നില്ല. പിന്നെ തോമസ് മാത്തൻ പറയുന്നു, ഇവർ പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ എതിർക്കും, 20 വർഷം കഴിയുമ്പോൾ ബോധം വരും എന്ന് പറയുന്നു. ഓക്കെ, അതിനിടയിൽ പിന്നെ അജിത് കുമാർ പറയുന്നത്, എന്തുകൊണ്ട് പിണറായിയുടെ മകൾ ബാംഗ്ലൂരിൽ പോയി ബിസിനസ് തുടങ്ങി, മനു രാഷ്ട്രീയം വിട്ട് കാര്യത്തിലേക്ക് വരണം എന്നാണ് പറയുന്നത്. ഞാൻ CPM അനുഭാവിയാണോ എന്ന് സംശയിക്കുന്നതായിട്ടാണ് അജിത് കുമാർ പറയുന്നത്. സത്യത്തിൽ ഞാൻ CPM അനുഭാവിയൊന്നുമല്ല. മാത്രമല്ല എനിക്ക് അങ്ങനെ ഒരു CPM-നോട് യാതൊരു തരത്തിലുള്ള ഒരു സിമ്പതിയും ഇല്ലാത്തൊരാളാണ്. മാത്രമല്ല എന്നെ ഒരു CPM വിരുദ്ധനാണ് എന്ന് പറഞ്ഞ് പല ആളുകളും പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെ കയറി ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെപ്പറ്റി പറഞ്ഞൊരു ദിവസം ഞാൻ കടുത്ത CPM വിരുദ്ധനാണ് എന്ന തരത്തിൽ പല ആളുകളും ക്ഷുഭിതരായി ദേഷ്യപ്പെട്ട് വരികയൊക്കെ ചെയ്തു. 1-2 പേർ എൻ്റെ ഫേസ്ബുക്കിലെ പേഴ്സണൽ ഇതിലേക്ക് കയറി മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. ഞാൻ CPM വിരുദ്ധനാണ്, എന്നോട് കണ്ണൂരിലേക്ക് വാന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ കണ്ണൂരിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്, ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. പിന്നീട് ഞാൻ പാലക്കാടിലേക്ക് വീടൊക്കെ മാറിയെങ്കിലും കണ്ണൂർ സ്വദേശി. അപ്പോൾ എന്നോട് എൻ്റെ കുടുംബമുള്ള എൻ്റെ അമ്മയുടെ വീടുള്ള അമ്മയുടെ സഹോദരങ്ങൾ അവരുടെ മക്കളുമൊക്കെ ഉള്ള കണ്ണൂർ, ഞാൻ എപ്പോഴും പോകുന്നൊരു നാട്ടിൽ, ഈ അടുത്ത് അവിടെ ചെന്ന് കുറേ കാലം ജോലി ചെയ്തൊരു നാട്ടിലേക്ക് കണ്ണൂരിലേക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ണൂർകാരനാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില തെറ്റുകാരുകൾ CPM-കാർക്കും വെച്ച് പുലർത്തുന്നത്. ഏതായാലും അജിത് നായറിനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ അജിത് നായർ പറയുന്നു, താങ്കളുടെ അവതരണം നല്ലതാണ്. അപ്പോൾ എന്നെ ഇങ്ങനെയൊക്കെ വിമർശിക്കുമ്പോഴും എൻ്റെ അവതരണം ഇഷ്ടപ്പെടുന്നു എന്ന് അജിത് നായർ പറയുന്നു. അതൊരു തുറന്ന് സമ്മതിക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റം സന്തോഷം. എനിക്കിതൊക്കെ ഒരു ഓസ്കാർ അവാർഡ് കിട്ടുന്ന പോലെയാണ്. ആളുകൾ പറയും ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ അതിൽ വീണു പോകല്ലേ എന്ന്. പക്ഷേ ഞാനതിൽ വീണുപോകും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഈ പൊതുവേദിയിലെ പ്രേക്ഷകർ ഇങ്ങനെ പറയുന്നത്. അതായത് പിണറായിയുടെ മകൾ എന്തുകൊണ്ട് ബാംഗ്ലൂരിൽ പോയി ബിസിനസ് ചെയ്തെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ പോയി ബിസിനസ് ചെയ്തിട്ടും കാര്യമായി അവർ വിജയിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ അന്ന് അതൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു, ഇവിടെയൊക്കെ രാജ്യമെമ്പാട് ഹർത്താൽ ആചരിക്കുമ്പോൾ അവരുടെ കമ്പനി തുറന്നു എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ അത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും പടവലങ്ങല പോലെ വളർന്ന് ഇപ്പോൾ കോവയ്ക്ക പോലെ ചുരുങ്ങിപ്പോയി പാർട്ടി എന്നാണ് ചില ആളുകൾ. ഓക്കെ, മനു പഴയകാല SFI പ്രവർത്തകൻ ആണ് എന്ന് തോന്നുന്നു എന്നാണ്. ഇല്ല, ഞാൻ ഒരു കാലത്തും SFIയിൽ പ്രവർത്തിച്ചിട്ടില്ല. ഒരു കാലത്ത് SFIയിൽ പ്രവർത്തിച്ചിട്ടില്ല. ഞാനൊരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ എനിക്ക് SFI പിന്തുണ തന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു കാലത്ത് ഞാൻ SFIയുടെ ഒരു വേദിയിൽ പങ്കെടുക്കുകയോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയോ അവരുടെ എന്തെങ്കിലും സ്ഥാനം വഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് SFIയുമായും ഇടതു രാഷ്ട്രീയവുമായും ഒരു ബന്ധവുമില്ല. ഞാൻ ഒരു പൊതുവേദി അവതരിപ്പിക്കുമ്പോൾ പല തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ CPM-കാർ ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്നതും കേൾക്കുക എന്നുള്ളതാണ്. ഞാൻ CPM-നെ കണ്ണടച്ച് അങ്ങനെ എതിർക്കുകയല്ല, അതേസമയം മറ്റുള്ളവരെയും അങ്ങനെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ല. ഇത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. 2 വശത്തുള്ള ആളുകൾക്കും പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ഞാൻ പൊതുവെ സ്വീകരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഏലിയാസ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഏലിയാസ് പൊതുവേദിക്കൊപ്പം ചേർന്നിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. കേൾക്കാമോ? ഏലിയാസിൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ ഇപ്പോൾ ഒരു ഗോളാന്തരം യാത്ര എന്നൊരു പ്രേക്ഷകൻ എനിക്ക് വീണ്ടും സന്ദേശം അയക്കുന്നു. മനു നല്ലതാണ്, ഞങ്ങൾക്ക് മനുവിനെ ഇഷ്ടമാണെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ വിമർശിക്കുമ്പോൾ 1000 ആളുകൾ
നമ്മളെ പിന്തുണയ്ക്കാൻ വരുന്നു എന്നറിയുന്നതിൽ ഒരു സന്തോഷം. വിമർശിക്കുന്നവരോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ദീപു. അതിൻ്റെ ഇടയിൽ ഫോൺ എന്തോ കട്ടായി പോയെന്ന് തോന്നുന്നു അല്ലേ? നേരത്തെ ദീപു റേഞ്ചിലല്ലേ? അതെ. ഹലോ. ദീപു, നേരത്തെ റേഞ്ചിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു കേൾക്കുന്നു. എനിക്ക് കേൾക്കായിരുന്നു, പിന്നെ ഇതിനകത്തൂടെ കേൾക്കായിരുന്നു. മനുവിന്റെ കണക്ഷൻ ആയിരിക്കും എന്തെങ്കിലും പ്രോബ്ലം. എനിവേ ഞാൻ അത് പറഞ്ഞു വരുന്നത്, അതായത് ഇപ്പൊ മനു ഈ നമ്മുടെ ഈ 24 പാർട്ടി കോൺഗ്രസിന്റെ ഈ പിന്നെ രാഷ്ട്രീയ കരട് പ്രമേയം വായിച്ചല്ലോ. അതിനകത്ത് ദ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു വരിയുണ്ട്. അത് വായിക്കാവോ? ഒന്ന് വായിക്കാവോ അത്? These tool systems have become so powerful today that a large number of white-collar jobs that were thought to be beyond the capabilities of machines can now be automated. Working people in this sector will have to fight the threats of their jobs. മതി. ഇത് മാത്രമാണ് അതിനെ പറ്റി പറയുന്നത്. ഈ എയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ജോലി, ആ ജോലിയെ എങ്ങനെയാണ് നമ്മൾ കരുതൽ, എങ്ങനെയാണ് നമ്മൾ അതിനെ മറികടക്കുന്നത്, ഇതാണ് അതിന്റെ കൺസേൺ. അതല്ലാതെ അതല്ല ദീപു, അങ്ങനെയല്ല. നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായി രൂപപ്പെടുന്ന ഉത്പാദനോപാധികളുടെ ഉടമസ്ഥാവകാശം കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കൈകളിലെത്തുന്നതോടെ പ്രതിസന്ധി രൂക്ഷമാകും. അത് പറയാം. ഞാൻ പറയാം. അങ്ങനെ ഈ പറഞ്ഞ നമ്മുടെ ഈ കൺസേൺ പറഞ്ഞതുകൊണ്ട് അങ്ങനെ എതിർക്കുകയല്ല. പക്ഷേ ഇവിടെ AI ആയിട്ട് ഇന്റർനാഷണൽ ജെൻ AI കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇന്ത്യയിൽ ആദ്യത്തെ കോൺക്ലേവ്, AI കോൺക്ലേവ് ഈ സർക്കാരും IBM കൂടിയാണ് കൊച്ചിയിൽ നടത്തിയത്. മനു, അങ്ങനെയാണെങ്കിൽ അത് നടത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇവിടെ ടെക്നോളജി അല്ല എതിർക്കുന്നത്. പിന്നെ ഈ മനു പറഞ്ഞ കാര്യം, മനു ഇപ്പൊ ഒരു 60% പേർക്കെങ്കിലും ജോലി നഷ്ടപ്പെടുക എന്ന്. അപ്പൊ മനു ഈ മേഖലയിലുള്ള നഷ്ടപ്പെടുന്നത് അവർക്ക് വാങ്ങൽ ശേഷി ഉണ്ടാവില്ല. ഈ മുതലാളിമാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങൽ ശേഷി ഇല്ലെങ്കിൽ എന്താ അവിടെ കെട്ടിക്കിടക്കും. ആ കെട്ടിക്കിടക്കുന്നതിന്റെ ഇടയിൽ ഇവിടെ ഒരു സംഘർഷം ഉണ്ടാകും. ആ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ സംഘർഷം എങ്ങനെയായിരിക്കും? അല്ലാതെ അടിയായിരിക്കോ? വടിയെടുത്ത് അടിയല്ലെന്നല്ല ഉദ്ദേശിക്കുന്നത്. അഗ്രഷൻസ് ഉണ്ടാവും. മനു ഇന്ന് അവതരിപ്പിക്കുന്ന ഈ പരിപാടി തന്നെ നാളെ AI വന്നു കഴിഞ്ഞാൽ മനുവിന് അവസരം ഉണ്ടാവില്ല. അതുപോലെ പലർക്കും അവസരമില്ല. അന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ജോലി പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിന് വരും. അന്ന് സമരം ഞങ്ങൾ നിങ്ങളോടൊപ്പം ചെയ്താലും നാളെ ഈ AI ആയിട്ടുള്ള മനു ഭരത്ത്, AI ആയി മാറുന്ന മനു ഭരത്ത് പറയും ഇവരെ ഞങ്ങൾ പത്രക്കാർക്കെതിരെ AIക്കെതിരെ സമരം ചെയ്തവരാണ് നിങ്ങൾ എന്ന് പറയും. അത് നിങ്ങളോടൊപ്പം ദീപു, അത് പണ്ട് ഒരുപക്ഷെ അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ കർഷക തൊഴിലാളികൾക്ക് പെട്ടെന്ന് ട്രാക്ടർ ഓടിക്കാൻ പഠിക്കാൻ കഴിഞ്ഞെന്ന് വന്നിരിക്കില്ല. പക്ഷേ ഇന്നത്തെ തലമുറ ഇത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടാണ് വരുന്നത്. ഇപ്പൊ ഞാൻ തുടങ്ങിയത് പ്രിന്റിലാണ്. പ്രിന്റ് ജേർണലിസത്തിൽ നിന്ന് തുടങ്ങി ടെലിവിഷൻ വന്നപ്പോൾ ഞങ്ങളൊക്കെ ടെലിവിഷനിലേക്ക് മാറി. ഇപ്പൊ പ്രിന്റിൽ എത്രയോ പേർക്ക് ജോലി പോയി മനു. അതെ, അല്ല ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ടെലിവിഷൻ അതിന്റെ 10 ആളുകൾക്ക് ജോലി കൊടുത്തു. ഇപ്പൊ ഇന്റർനെറ്റ് വന്നപ്പോൾ, യൂട്യൂബ് വന്നപ്പോൾ, നവസാമൂഹ്യ മാധ്യമങ്ങൾ വന്നപ്പോൾ അതൊക്കെ കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുത്തു. അല്ല മനു, അത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് അവരെ എന്ത് ചെയ്തു? നിങ്ങൾ ഇപ്പൊ കമ്പ്യൂട്ടർ വന്നു, എത്രയോ ബാങ്കിങ് സെക്ഷൻസിൽ ജോബ് കുറഞ്ഞു ഇല്ലേ? ആൾക്കാരുടെ എടുക്കുന്നവരുടെ ജോബ് കുറഞ്ഞു. അവരെവിടെ പോയി? അത് അന്വേഷിക്കുന്നു. ആ ജോബ് കുറഞ്ഞവരെവിടെ പോയി? ഇപ്പൊ നമ്മുടെ അതാണ് ഞാൻ പറഞ്ഞത്. ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ സാഹചര്യമല്ല ഇന്നത്തെ ഇന്ന് റിസിലിയൻസ് എന്നുള്ളത് കുറെ കൂടി ഫാസ്റ്ററായി. ഇപ്പൊ നിങ്ങൾ പണ്ടാണെങ്കിൽ അല്ല ദീപു, ഞാൻ പറയട്ടെ, 50 വയസ്സായ ഒരാൾക്ക് അന്ന് ജോലി മാറുക എന്നത് പ്രായോഗികമായ ഒരു എളുപ്പമായ ഒരു കാര്യമല്ല. ഇന്ന് നിങ്ങൾ നോക്കൂ, 50 വയസ്സായ എത്രയോ ആളുകൾ മാധ്യമരംഗം വിട്ട് എത്രയോ വേറെ മേഖലകളിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ അങ്ങനെ ജോലി മാറുന്നു എന്നത് ഇന്ന് പെട്ടെന്ന് ആളുകൾക്ക് പഠിക്കാനും മാറാനും കഴിയുന്ന ചെയ്യപ്പെടണമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്തിനാണ് ഇതെല്ലാം ടെക്നോളജി കണ്ടുപിടിക്കുന്നത്? ടെക്നോളജി കണ്ടുപിടിക്കുന്നത് നമ്മുടെ അധ്വാന ശേഷി കുറയ്ക്കാനാണ്, നമ്മുടെ അധ്വാനം കുറയ്ക്കാനാണ്. പക്ഷെ നമ്മുടെ അധ്വാനം കുറയുന്നുണ്ട്. 8 മണിക്കൂർ അധ്വാനം, 8 മണിക്കൂർ എന്റർടൈൻമെന്റ്, 8 മണിക്കൂർ ഇത് എവിടെയും പാലിക്കപ്പെടുന്നില്ല. പക്ഷെ ഈ 8 മണിക്കൂർ അധ്വാനം എന്നുള്ളത് കുറയ്ക്കാനാണ് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് വരെ എന്താ നമ്മുടെ അധ്വാനം കൂട്ടുകയാണ് ചെയ്യുന്നത്. അത് കൂട്ടുമ്പോൾ എന്താ ഗുണം വരുന്നത്? അപ്പൊ അത് ആരുടെ കയ്യിലേക്ക് പണം? അപ്പൊ ഇതെല്ലാം നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു പാർട്ടി അതിന്റെ സമ്മേളനത്തിൽ സംസാരിക്കുന്നു എന്നുള്ളത് എത്ര ഭാവനാത്മകമാണ്. അതിനെപ്പറ്റി സംസാരിക്കുന്നത് നായനാരുടെ ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എന്തായാലും സന്തോഷമുണ്ട്. കാരണം നായനാരുടെ ഈ പ്രസംഗം നിങ്ങൾ ഞങ്ങളുടെ സമ്മേളനത്തിന്റെ നിങ്ങൾ പരസ്യം കൊടുത്തു.
പരസ്യം കൊടുത്തു. ഇത് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇത്രയുമാണ് ഈ കാര്യങ്ങളിലുള്ളത്. ഇങ്ങനത്തെ ഈ ചർച്ച, അതായത് ട്രാക്ടർ, കമ്പ്യൂട്ടർ, ഇത് ചർച്ച നിങ്ങൾ നിരന്തരം വെക്കണം. ഞങ്ങൾക്ക് പറയാൻ ഒരുപാടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യെസ്, താങ്ക് യു. അതിൽ നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ് ദീപു. നാളെയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ. ഷാജി ഭാസ്കർ ദീപുവിനെ പിന്തുണച്ചിട്ടുണ്ട്, തോമസ് മാത്തൻ ദീപുവിനെ എതിർത്തിട്ടുണ്ട്, ജയകുമാർ ദീപുവിനോട് പിന്തുണയില്ല, ഗോളാന്തരൻ ദീപുവിനെ പിന്തുണയ്ക്കുന്നില്ല, വേറെ ഷാജിയാണ് ദീപുവിനെ പിന്തുണ, കുറേ പേർ ദീപുവിനെ പിന്തുണയ്ക്കുന്നു. ദീപുവിനെ പാർട്ടി സെക്രട്ടറി ആക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഇത് ഒരു തമാശയായിട്ടാണ് ഞാൻ വായിച്ചത്. വ്യക്തിപരമായുള്ള ആക്രമണങ്ങളല്ല. നമുക്ക് കൂടുതൽ ഇത്തരം ആശയ സംവാദങ്ങൾക്ക് ഒക്കെ വഴിവെക്കാം. ഇപ്പോൾ എല്ലാവരും ഒരു കാര്യം പറയുമ്പോൾ, ഒരാൾ ഒരു വ്യത്യസ്ത കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അതിന് കുറച്ച് കൂടുതൽ സമയം കൊടുത്തിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഏതായാലും പൊതുവേദി എല്ലാവരും കാണുന്നു എന്നറിയുന്നതിൽ സന്തോഷം. എന്നെ വെറുക്കുന്നവരും എന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒക്കെ പൊതുവേദിയുടെ ഭാഗമായി എന്ന് പറയുമ്പോൾ സന്തോഷം. മാത്രമല്ല, വെറുക്കുന്നവർ വെറുക്കുന്നു എന്ന് തുറന്നു പറയുമ്പോഴും അതും ഒരു സന്തോഷം തന്നെ. പൊതുവേദി ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. CPM-ൻ്റെ ഈ നിലപാട് ശരിയാണോ എന്നത്. അപ്പോൾ അതിൽ AI-ക്കെതിരെയുള്ള CPM-ൻ്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് ചോദിച്ചപ്പോൾ 92% ആളുകളും ഇത് ശരിയാണ്, CPM-ൻ്റെ ഇരട്ടത്താപ്പാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ നമുക്ക് പൊതുവേദിയുണ്ട്. അപ്പോൾ കൂടുതൽ വലിയ പ്രധാനപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസിനെ മറികടന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മിന്നൽ നീക്കം. പ്രതികളുടെ വീടുകളിലും ഓഫീസിലും ED പരിശോധന ആരംഭിച്ചതോടെ റെയ്ഡുമായി ക്രൈംബ്രാഞ്ചും രംഗത്തെത്തി. മുഖ്യപ്രതികളായ അനന്തു കൃഷ്ണൻ, ആനന്ദകുമാർ, ലാലി വിൻസെന്റ് തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടത്തിയ സംഘം രേഖകൾ പിടിച്ചെടുത്തു. രാവിലെ 7 മണിയോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ആരംഭിച്ചത്. ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിലെത്തിയ ED സംഘം ലാലി വിൻസെന്റിന്റെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തിയത്. ഇതേ സമയത്ത് തന്നെ ആനന്ദകുമാറിന്റെ സായി കേന്ദ്രത്തിലും വീട്ടിലും പരിശോധന നടത്തി. തോന്നിക്കലിലെ സായി ഗ്രാമത്തിലും ശാസ്തമംഗലത്തെ വീട്ടിലും ഓഫീസിലും പരിശോധന നടത്തി. അനന്തു കൃഷ്ണന്റെ തൊടുപുഴ കുളപ്രയിലെ വീട്ടിലായിരുന്നു പരിശോധന. ഇതിനിടെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ തുടരുന്ന അനന്തു കൃഷ്ണനെ ചോദ്യം ചെയ്യുകയാണ്. ഇതിനുശേഷം തട്ടിപ്പ് നടന്ന വിവിധ മേഖലകളിൽ എത്തിച്ച് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തും. നാളെ വൈകിട്ട് അനന്തുവിനെ തിരികെ കോടതിയിൽ ഹാജരാക്കും. പാതിവില തട്ടിപ്പിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് കേസെടുത്ത സംഭവത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ഒരാഴ്ചക്കകം സർക്കാർ വിശദീകരണം നൽകണം. ഭരണഘടനാ പദവിയിലിരുന്ന ഒരാൾക്കെതിരെയാണ് കേസെടുത്തത്. ഇത് പൊതുസമൂഹത്തിന് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസ്യതയെ ബാധിക്കുമെന്നും കോടതി. മനസ്സർപ്പിച്ചാണോ കേസെടുക്കാൻ പോലീസ് തീരുമാനമെടുത്തതെന്ന് ഹൈക്കോടതി ചോദിച്ചു. കേസെടുക്കുന്നതെല്ലാം മനസ്സർപ്പിച്ച് തന്നെയാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം അഭിഭാഷകരാണ് ഹർജി നൽകിയത്. കേസെടുത്തത് പോലീസിന്റെ അധികാര ദുർവിനിയോഗമാണ്. സാമ്പത്തിക തട്ടിപ്പുമായി CM രാമചന്ദ്രൻ നായരെ ബന്ധിപ്പിക്കാനുള്ള തെളിവുകളില്ല. FIR രജിസ്റ്റർ. നമസ്കാരം. പ്രധാന വാർത്തകൾ.